What is the story behind Super 35? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഓഡിയൻസ് കാണുമ്പോ തന്നെ ഇമ്പാക്ട് കിട്ടണം. കാണുമ്പോ സംഭവം ഒരു വലിയൊരു സംഭവം ഇതൊരു സംഭവമാണ്. അവിടെ ഒരു എന്താ പറയാ ഒരു ഈഗോലെസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ബിൽഡ് ചെയ്യും. ഓക്കെ, എല്ലാവരുടെയും ഗ്രോത്ത് ഒരുമിച്ച് ചേർന്നിട്ടൊരു വലിയ ഗ്രോത്ത്. ഞങ്ങള് വന്ന് നിന്നു, സംഭവം വിചാരിച്ച പോലെ പോയില്ല, പാളി. ഓണമോട് ആക്ച്വലി എല്ലാവർക്കും ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. പിന്നെ മറ്റേ മുട്ടൻ കോൺഫറൻസ് ആണ് നിസാര സെറ്റിൽ ഒരു 60 പേരുണ്ട്. എന്താന്ന് ഇല്ല, അങ്ങോട്ട് വിട്ടേക്ക, ബാക്കി വരുന്നിടത്ത് ബെന്റെ കൂടെ ഫൈറ്റ് ചെയ്ത ആൾക്കാര് ഒന്ന് ബെന്നാണ്. അതുപോലെ സംഭവം സിമ്പിൾ ആണ് കാണുമ്പോ, പക്ഷെ നല്ല പണിയുണ്ട്. ഉറങ്ങിയിട്ട് അതിന് പിന്നിലെ ആ കരങ്ങൾ അതാണെന്ന് ഞാൻ അറിയുന്നു. നീന്നുള്ള പാട്ടില് വരട്ടെ, ഞാൻ വിചാരിച്ചു പാട്ട് യൂട്യൂബിൽ നിന്ന് പ്രേരണായിരിക്കും എന്ന് വിചാരിച്ചു. സെക്കൻഡ് ചെയ്ത് അതെ, വല്ലാത്ത മോട്ടിവേഷൻ. നിന്നെ കൊണ്ടൊന്നും പറ്റൂല. അല്ല, സംഭവിച്ചില്ലേ, ആളുടെ ഫ്ലോ സ്റ്റേറ്റ് ഉണ്ട്, അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ലീഗ് സാധനം വരും. ഇരിക്കൂല, നിക്കും. അതാണ് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ഏറ്റവും വലിയ ഗുണം. ഉള്ളൂല ഈ മുഖത്തടിച്ചു പറയും. ഇപ്പൊ ഈ ബെന്നിന്റെ കാര്യം പറഞ്ഞല്ലോ, ബെന്നിന്റെ ഫ്ലോ സ്റ്റേറ്റ് അയ്യോ, അതിന്റെ കൂടെ എഡിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളായിട്ട് നോളജ് ഇല്ലെങ്കിൽ പോലും അത് ഡെവലപ്പ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവും. പക്ഷെ എവിടേക്കും നമുക്കൊരു ഡ്രീം ഉണ്ട്. ഈ ബോൺ ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരെക്കാളും എപ്പോഴും വിശ്വസിക്കുന്നത് പാഷനേറ്റ് ആയിട്ടൊരു സംഭവം ചെയ്യാൻ കൂടെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ. ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു മീറ്റിൽ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വൈബ്രന്റ് ആൻഡ് കളർഫുൾ ടീമാണ്. ആൻഡ് ദാറ്റ് ഈസ് നൺ അതർ ദാൻ സൂപ്പർ 35. Hello, welcome to the another episode of CCS Uncut, and this is Vincy from Click Craft Space. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു മീറ്റിൽ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വൈബ്രന്റ് ആൻഡ് കളർഫുൾ ടീമാണ്. ആൻഡ് ദാറ്റ് ഈസ് നൺ അതർ ദാൻ സൂപ്പർ 35. വെൽക്കം ടു ദ എപ്പിസോഡ് ഗൈസ്. സോ ആക്ച്വലി ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പേജസ് എല്ലാം നോക്കിയിരുന്നു. നിങ്ങളുടെ വർക്ക്സ് ആക്ച്വലി എല്ലാവർക്കും അറിയാം, ഓണമൂടും ഡെലുലും ഒക്കെ അത്രയും ഹിറ്റാണ്. ആൻഡ് ഒന്നും കൂടി ഞാൻ പേജ് നോക്കിയപ്പം മൊത്തത്തിൽ ഇതിൽ മാത്രമല്ല, നിങ്ങളുടെ എല്ലാ വർക്കിലും ആ ഒരു വൈബ്രൻസ്, ആ ഒരു കളർ നമ്മൾ കാണുമ്പോൾ തന്നെ എന്താ മൊത്തം കളർഫുള്ളാണ്. വയലറ്റ്, റോസ്, പിങ്ക്, ഏതൊക്കെ കളർ കാണാമോ അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. സോ ഹൗ യു മേക്ക് ദോസ് തിങ്സ്? എങ്ങനെയാണ് അങ്ങനെ ഒരു വിഷ്വൽ ക്രാഫ്റ്റിംഗിലേക്ക് നിങ്ങൾ എത്തിയത്? അത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ അല്ല, മെയിൻലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇനീഷ്യലി നമ്മളിപ്പോൾ ഒരു കോൺസെപ്റ്റ് കൺസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഫസ്റ്റ് ചെയ്യണ പ്ലാൻ അതാണ്. നമ്മൾ ഇപ്പോൾ പിൻട്രസ്റ്റ് ആയിക്കോട്ടെ, നമ്മൾ മാക്സിമം ക്രിയേറ്റീവ്ലി ഇപ്പോൾ എങ്ങനെ നമുക്കിത് ബെറ്റർ ആക്കാം, യൂഷ്വലി ഓഡിയൻസ് കാണുന്നതിനെക്കാട്ടും ഏറ്റവും ബെറ്റർ ഒരു വിഷ്വൽ ട്രീറ്റ് കൊടുക്കാൻ പറ്റണതിനുള്ള വഴികൾ നോക്കും. പിന്നെ മെയിൻലി പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് നമ്മളെടുത്ത് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ട ഒരു കളർ പാലറ്റ് പരിപാടികളുണ്ടാവും. നമുക്ക് തന്നെ കിട്ടും. അത് ഞങ്ങൾ എല്ലാവരും കൂടി ഗ്യാങ് ചെയ്ത് ഈ ടീമായിട്ടിരിക്കുമ്പോൾ ആ കിട്ടണ പ്ലാൻ വെച്ചിട്ട് പിന്നെ എല്ലാവരും സെർച്ചിങ്ങിന് പോകും, റെഫറൻസുകൾ കളക്ട് ചെയ്തിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മെയിനായിട്ട് ഞാൻ തിങ്ക് ചെയ്യണ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓഡിയൻസിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ കളേഴ്സ് ഉണ്ടാവും, കളർ തിയറി ബേസ് ചെയ്തിട്ട് തന്നെ. അപ്പം അത് നമ്മൾ മാക്സിമം ഓവറോ ഇല്ല അന്ന് കുറവോ ഇല്ലാത്ത രീതിയിൽ തപ്പി പിടിച്ചെടുത്ത് അന്ന് ആ സമയത്ത് കിട്ടണ ടൈം പീരീഡിൽ സെറ്റ് ചെയ്യും. ഓക്കെ, നോർമലി ചെയ്യണം. സൂപ്പർ 35 ഞാൻ മൊത്തത്തിൽ ബ്രൗസ് ചെയ്തിട്ട് ആ പേര് എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഐഡിയ മാത്രം എനിക്ക് കിട്ടിയില്ല. വാട്ട് ഇസ് ദ സ്റ്റോറി ബിഹൈൻഡ് സൂപ്പർ 35? സൂപ്പർ 35 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞങ്ങൾ എല്ലാവരും എക്സെപ്റ്റ് അമൃതേട്ടൻ എക്സെപ്റ്റ് എല്ലാവരും കോളേജിൽ നിന്ന് തൊട്ടേ ഉള്ളൊരു ടീം അത്. അപ്പം അന്ന് പേരോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജിൽ നിന്ന് ഡെവലപ്പായി കഴിഞ്ഞ് ഒരു ടൈം പീരീഡ് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ പോലെ എല്ലാവരും പല പല വഴിക്ക് തിരിയണ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ലൈക്ക് കുറച്ചും കൂടി നമുക്ക് എല്ലാവരും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് വലിയൊരു ടീമായിട്ട് മാറാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ നാളിങ്ങനെ കുത്തിയിരുന്നു. അപ്പം പേര് കുറേ എല്ലാവരും കൂടി ആലോചിച്ച് ഒന്നും കിട്ടിയില്ല. അവസാനം തപ്പി പോയപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരേ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലാറ്റിൻ നെയിം വേണം. കാരണം
ഇതിന് ഈ സൂപ്പർ 35 എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഡിസൈൻ ഭയങ്കര ആംബിഷ്യസ് ആണ്. ലൈക്ക് നമ്മളൊരു ഈവൻ ഒരു നല്ലൊരു ഹിസ്റ്ററി മെയ്ഡ് ചെയ്യണം എന്നുള്ളൊരു വാശിയുണ്ട് എല്ലാവർക്കും. അപ്പൊ അത് അങ്ങനെ ഇൻഡസ്ട്രി ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ലെവലിലൊക്കെ ചിന്തിച്ച് കഴിയുമ്പോഴേക്കും ലാറ്റിൻ നെയിംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയത്. അപ്പൊ ലാറ്റിൻ നെയിംസ് ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തപ്പിപ്പോയി കഴിഞ്ഞപ്പോഴേക്കാണ് സൂപ്പർ ഇറ്റ് സെൽഫ് ലാറ്റിൻ നെയിം. എക്സലൻസ് എന്നാണ് മീനിങ്. സൂപ്പർ ലാറ്റിനാ? ലാറ്റിൻ നെയിം. എനിക്ക് പുതിയ അറിവാട്ടോ. അപ്പൊ പിന്നെ നമുക്ക് സംതിങ് റിലേറ്റഡ് ടു ഈ പറഞ്ഞ പോലെ ഫിലിം. അപ്പൊ അങ്ങ് നോക്കി കഴിയുമ്പോൾ സൂപ്പർ 35 MO ഫയൽ ഫോർമാറ്റ്. അപ്പൊ അത് നോക്കി കഴിയുമ്പോഴേക്കും സൂപ്പർ 35 എന്നുള്ളത് യൂഷ്വലി എല്ലാവരും കാണുന്നതാണ്. അപ്പൊ നമ്മുടെ കൂടെയുള്ള ഒരു ടീംമേറ്റ് ഉണ്ട്, ആള് വന്നില്ല. ആളാണ് സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഒന്ന് ഇടാന്ന് പറഞ്ഞു, 30FIV. അപ്പൊ പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എല്ലാവരും മിക്കവരും ഇപ്പൊ ലോഗോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കര മിനിമൽ ലെവലിലായിരിക്കും ചിന്തിക്കുക. പക്ഷെ നമുക്കൊരു ഓഡിയൻസ് കാണുമ്പോൾ തന്നെ ഇമ്പാക്ട് കിട്ടണം. കാണുമ്പോ സംഭവം ഒരു വലിയൊരു സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരു ഇമ്പാക്ട് കിട്ടാൻ വേണ്ടി നോക്കി കഴിയുമ്പോഴാണ് ഈ അറൗണ്ട് ഈ ലോഗോ ഞങ്ങളുടെ ആദ്യത്തെ ഇതല്ലായിരുന്നു. അത് പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാലും മനസ്സിലാവും ഫസ്റ്റ് വർക്കിലുള്ള ലോഗോ ഇതല്ലായിരുന്നു. അത് കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് വർക്ക് ഞങ്ങൾ ചെയ്ത് വിത്തിൻ ഒരു നൈറ്റ് കൊണ്ടാണ് ആ ലോഗോയും മെയിൽ ഐ ഡി സകല പരിപാടിയും ചെയ്തിട്ട് പിറ്റേ ദിവസം റിലീസ് പോണത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഒരു 1 year എടുത്ത് ഇങ്ങനെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ഫിൽറ്റർ ചെയ്താണ് ഇപ്പോൾ ഉള്ളവരെ എത്തിയത്. പക്ഷെ ഇപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അതെ, അതും ഫിൽറ്റർ ചെയ്ത് നല്ലൊരു ബെസ്റ്റ് ലെവലിലേക്ക് എത്തിക്കും അത്. അപ്പൊ അതാണ് ഇതിന്റെ പിന്നിലെ രഹസ്യം. ഈ രഹസ്യം പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, യു ആർ എയിമിങ് ഫോർ സംതിങ് ബിഗ്. അതായത് ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനൊരു പേർപ്പസ് കാണുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഐ ഫെൽറ്റ് ദ ടോക്ക്. അപ്പം അതെന്താണ് ആ ഒരു എന്ത് ഇൻഡസ്ട്രിയിൽ എന്ത് ചേഞ്ച്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഹോണസ്റ്റ്ലി സ്പീക്കിംഗ്, ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഈ പറയുന്ന പോലെ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇൻക്ലൂഡിങ് ഫാദർ എല്ലാവരും മ്യൂസീഷ്യന്മാരാണ്. അപ്പോൾ ആ ഒരു സർക്കിളിൽ നിന്ന് വളർന്നുകൊണ്ട് ഈ ആർട്ടിസ്റ്റ് ലെവലിൽ ഓരോ ആർട്ടിസ്റ്റുമാരും സ്ട്രഗിൾ ചെയ്യണ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്, കുറച്ചധികം ഉണ്ട്. അത് ഞാൻ പേഴ്സണലി എൻ്റെ ഫാമിലി ലൈഫിലും വീട്ടിലെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തേക്കണം. അപ്പോൾ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി സംതിങ് ഒരു നമ്മൾ യൂഷ്വലി ശരി ഒരു ആർട്ടിസ്റ്റ് ആവണം, ഒരു ഫിലിം മേക്കർ ആവണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ മോർ ദാൻ ദാറ്റ് നമുക്ക് മറ്റുള്ള ഒരാൾക്ക് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. ഇപ്പം കുട്ടിയൊരു ആർട്ടിസ്റ്റാണ്, കുറേ സ്പേസ് തപ്പി കിട്ടിയില്ല, മിക്ക സ്ഥലത്തുനിന്നും മെജോറിറ്റി ഇൻസൈഡ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ കിട്ടുള്ളൂ. നമ്മൾ അത്രയും പട്ടിപ്പണി എടുത്തു കഴിഞ്ഞാലും മൈൻഡ് ചെയ്യാതെ നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന കുറേ പേരുണ്ട്. അപ്പം ഇതീ ഒരു നോംസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റണം. അതാണ് മോർ ദാൻ എവറിത്തിങ് ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ്. എല്ലാ രീതിയിലും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റണം, ഒരു സേഫ് സ്പേസ് ബിൽഡ് ചെയ്യാൻ പറ്റണം, ഒരു ഇൻക്ലൂഷൻ ഫീലിംഗ് ആർട്ടിസ്റ്റുകൾക്ക്. ഇപ്പം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു സ്പേസ് കിട്ടണം ത്രൂ ദിസ്. അവിടെ ഒരു എന്താ പറയാ ഒരു ഈഗോലെസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ബിൽഡ് ചെയ്യണം. ഓക്കെ, എല്ലാവരുടെയും ഗ്രോത്ത് ഒരുമിച്ച് ചേർന്നിട്ട് വലിയ ഗ്രോത്ത്. ഓക്കെ, അമൃതേട്ടനാണ് ഈ ടീമിൽ ലാസ്റ്റ് വന്നതെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്? എങ്ങനെയാണ് ഇവരെ കണ്ടുപിടിച്ചത്? ആക്ച്വലി ഞങ്ങള് ഒരു എനിക്കൊന്ന് ഒരു 4 years ബാക്ക് 2021 ഒരു ഷൂട്ടില് ഞാനും റംസാനും കൂടി, റംസാന്റെ ഒരു ഷൂട്ടില് ആണ് റംസാൻ മുഹമ്മദ്. അപ്പോൾ റംസാന്റെ ഒരു ഷൂട്ടില് ഞങ്ങളിങ്ങനെ അന്നാണ് ഇവർ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അന്ന് ഞങ്ങളൊരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ട് ആക്ച്വലി ഇവര് വന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നു, പ്രണവും സാമും ആയിരുന്നു വന്നത്. അപ്പൊ അന്ന് വന്നിട്ട് കുറച്ച് ടെക്നിക്കൽ കാരണം കൊണ്ട് ഷൂട്ട് നടന്നില്ല. ഇത് സീനതായിരുന്നു. ഞങ്ങള് വന്ന് നിന്നു, സംഭവം വിചാരിച്ച പോലെ പോയില്ല, പാളി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സത്യം പറഞ്ഞ റംസാൻ ആ സമയത്ത് ഞാനായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ട്. അങ്ങനെ എന്നെ വിളിച്ചത് ഒരു ഇമ്മീഡിയറ്റ് ഷൂട്ടിന്. പക്ഷെ വന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനം കൊടുക്കാൻ പറ്റിയില്ല ആ സമയത്ത്. അപ്പൊ അത് ഭയങ്കര ബാഡായിരുന്നു. പിന്നെ ഞാനും പുള്ളി ഞങ്ങളെല്ലാരും കൂടി ചെയ്യണ വർക്കാണ് ഓണം മൂഡ്. അതിനുശേഷമാണ് ഒരുപാട് ഗ്യാപ്പ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവര് അത്യാവശ്യം നല്ല വർക്ക്സ് ഒക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ അന്നോട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പം അങ്ങനെ നല്ല വർക്ക്സ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഓണം മൂഡിൻ്റെ ഒരു ടോക്ക് നടന്ന സമയത്ത് അതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെ പോകണം എന്നുള്ളൊരു ടോക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സജഷൻ വന്നാണ് ഇവർ ചെയ്ത് നോക്കാം എന്നുള്ളൊരു പരിപാടി. അപ്പം അങ്ങനെ പിന്നെയും ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഓണം മൂഡിലാണ്.
ഓണമൂട് ആക്ച്വലി എല്ലാവർക്കും ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. അതിന്റെ പുറകിലൊരു ഒരു വേറെ ബീറ്റീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ ഈ പറയണ പോലെ മറ്റേ മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിച്ചു പോയത് ആ വർക്കിലാണ് സത്യം പറഞ്ഞു. ഞാൻ ഇത് ഓണമൂടിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഫസ്റ്റ് എന്നെ അമൃതേട്ടൻ വിളിച്ചത്. അതിനൊരു 3-4 ദിവസം മുന്നേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ റംസാന്റെ എന്തൊരു പോസ്റ്റ് കണ്ടപ്പോ ഞാൻ പുള്ളിനെ ഞാൻ ഇടയ്ക്ക് മീറ്റിംഗ് ഉണ്ട് കാണാറൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പുള്ളി ഇത് എവിടെയാണ് കുറെ നാളായല്ലോ. അതിന്റെ 3-ാമത്തെ ദിവസമാണ് എന്നെ അമൃതേട്ടൻ വിളിക്കണത്. പുള്ളിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ എവിടെയാന്ന് ചോദിച്ചു. ഞാനപ്പ അന്നത്തെ ദിവസം ഈവനിങ് ചെന്നൈക്ക് പോവാ ഫാമിലി ആയിട്ട്. അപ്പൊ ആ നോക്കിയിട്ട് സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ കോള് കട്ട് ചെയ്ത് അടുത്ത കോള് ഇമ്മീഡിയറ്റ്ലി റംസാന്റെ വന്നു. റംസാൻ വന്നിട്ട് നീ എവിടെ? ഞാൻ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ചെന്നൈക്ക് പോകാൻ വേണ്ടി ഒന്ന് വേഗം ഒന്ന് വന്നേന്ന് എടുത്തോ പിടിച്ചതുകൊണ്ട് ഓടിച്ചെന്ന് കഴിയുമ്പോഴേക്കാണ് എന്നെ എത്തിയിട്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ചിന്തിക്കേണ്ട റീസൺ എന്ന് പറഞ്ഞാൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എൻ്റെ കൂടെ ഒരു ഹെവി സ്കെയിൽ വർക്കിനുള്ള കോണ്ടാക്ട്സ് മാത്രമേ ഉള്ളൂ, ചെയ്തിട്ടില്ല. ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല. അപ്പൊ എൻ്റെ അടുത്ത് വന്നു നമുക്ക് പിന്നെ മറ്റേ മുട്ടൻ കോൺഫിഡൻസ് ആണല്ലോ. പക്ഷെ ഒരു അങ്ങനെ ആ ഹെവി സ്കെയിലിൽ ചെയ്യാത്ത ഒരു ടീമാണ് ഫസ്റ്റ് ടൈം ഓണമൂട് തിയേറ്ററിലൊന്ന് കണ്ടാൽ മനസ്സിലാവും. പറയൂലല്ലേ, ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ് സാഹസം. ഇറ്റ് വാസ് എ ഹോൾ എക്സ്പീരിയൻസ്. ആ ഓണമൂട് ആഫ്റ്റർ ഫൈനലി കണ്ടു കഴിയുമ്പോഴത്തേക്കും ഈ ഓണം തൂക്കിയത് തന്നെ ഓണമൂടായിരുന്നല്ലോ. എല്ലാരും മൊത്തത്തിൽ തൂക്കി. അതും ആ ഒരു ലൈക്ക് ആ ഒരു ഓണമൂടിന്റെ ക്രൂ എന്ന് തന്നെ പറയുന്നത് മലയാളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ ഗ്യാങ്, എല്ലാരും ഇൻഫ്ലുവൻസേഴ്സ്. അപ്പൊ ചെയ്ത സാധനം അത്രയും കട്ടിക്ക് അടിപൊളിയായിട്ടൊരു സാധനം. അതിന്റെ ഒരു ഔട്ട്പുട്ട് കണ്ടപ്പോ എന്താ തോന്നി? അതിന്റെ ഔട്ട്പുട്ട് കണ്ടപ്പോ എന്താ അല്ല, ഔട്ട്പുട്ട് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇപ്പം ഇവൻ പറഞ്ഞ പോലെ ഒരുപാട് വർക്കൊന്നും ചെയ്ത് തെളിയിച്ചിട്ടുള്ള ഒരു ടീമൊന്നും ആയിരുന്നില്ല ഇവര്. പക്ഷെ ഇവരുടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇവർക്കൊരു ടീം ഉണ്ടായിരുന്നു. ആ ടീമിൽ എല്ലാവരും ഓടി ഓടി നിന്ന് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇപ്പം നമുക്കൊരു നല്ല വർക്ക് ചെയ്യണം, അപ്ഗ്രേഡ് ആവണം, അല്ലെങ്കിൽ എവിടേക്കോ ഒരു ന്യൂ ജനറേഷൻ ഫിലിം മേക്കിങ്ങിന് ആവശ്യമുള്ള ഒരു പാഷൻ ഉള്ള ആൾക്കാരായിരുന്നു ഇവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും. അതിന്റെ അപ്പുറത്തോട്ട് വി ഹാഡ് എ ഗ്രേറ്റ് ലീഡർ. റംസാൻ ആയിരുന്നു ഡയറക്ട് ചെയ്തതും കൊറിയോഗ്രാഫി ചെയ്തതും. അപ്പോൾ റംസാൻ നല്ല ലീഡറാണ്. അപ്പോൾ ശരിയും ഇൻസ്പയറിംഗ് ആണ് പുള്ളി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓൺ സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ തന്നെയാണ് ഡയറക്ട് ചെയ്തതും കൊറിയോഗ്രാഫി ചെയ്തതും. അപ്പോൾ ഓൺ സ്ക്രീനിൽ അഭിനയിക്കാൻ വേണം, അതേ സമയത്ത് ഇതെല്ലാം നോക്കുകയും വേണം. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് ഇത് പറഞ്ഞ് നമ്മളീ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് സംഭവം പറയടാ സിമ്പിളാണ്, സെറ്റ് ചെയ്യാം സെറ്റില്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പരിപാടി എന്ന് വെച്ചപ്പോ അത് നിസ്സാര സെറ്റിൽ ഒരു 60 പേരുണ്ടെന്ന്. ഞാൻ പറഞ്ഞ എന്താന്ന് 60 പേര് ഇൻ ഫ്രെയിം. അപ്പൊ പിന്നെ അഡീഷണൽ ക്രൂ കൂടി കയറുമ്പോഴേ അറൗണ്ട് ഒരു 110ഓളം പേരുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുള്ള 110ഓളം പേരുണ്ടായിരുന്നു. അതിനിടയിൽ കൂടെ മഴയും ലൊക്കേഷൻ സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതിന് കുറച്ചാൾ മുന്നേ ലൊക്കേഷൻ സെറ്റ് ആയത്. ഇതൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇത്. അപ്പൊ ഞാൻ വിളിച്ച ആദ്യമായിട്ട് പറയുമ്പോ ഇവർക്ക് വിശ്വാസമായില്ല. പറ്റിക്കണോ പിന്നെ ഞാൻ കാര്യം പറഞ്ഞത് എടാ ഷൂട്ട് പോവാണ്, ഇന്ന ദിവസമാണ് ഷെഡ്യൂൾ ചെയ്ത് നമ്മുടെ ടീമിൽ അറിയാവുന്ന ആനന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള DOP ഉണ്ട്. അവനാണ് പ്രൊഡക്ഷനെയും യൂണിറ്റ് പരിപാടി കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്ത്. അവനുള്ളത് ആളെ സ്പെഷ്യലി നമ്മൾ മെൻഷൻ ചെയ്യണം. കാരണം ഇത് 5 ദിവസം കൊണ്ട് തീരേണ്ട ഷൂട്ടിങ് ഞങ്ങൾ 2 ദിവസം കൊണ്ട് തീർത്തു. അതിനൊരു വലിയ ഹാറ്റ്സ് ഓഫ് ആൾക്ക് കൊടുക്കണം. കാരണം ആൾ അതേപോലെ ചട്ടപ്പെട്ടേന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ഫുൾ ചെയ്തു. അതെ, ഇപ്പൊ ഈ ഔട്ട് കണ്ടപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഔട്ട് കണ്ടപ്പോൾ ഉള്ള ഹാപ്പിനെസിന്റെ അപ്പുറത്തോട്ട് ഇത് ആൾക്കാർ ഏറ്റെടുത്തതിന്റെ ഒരു ഹാപ്പിനെസ് ആയിരുന്നു. പിന്നീട് ഇപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഒരു 50 മില്യൺ 50.5 മില്യൺ വ്യൂസ് എന്തോ ആയി. അപ്പോൾ ഇപ്പൊ ഇവൻ റംസാൻ തമിഴ്നാട്ടിൽ പോയ സമയത്ത് അവിടുന്ന് ഏതൊരു പുള്ളി ഇവനെ കണ്ടോടെ നോക്കിട്ട് അണ്ണാ ഏത് മൂഡ് അപ്പൊ ആ ലെവലിലോട്ട് ആൾക്കാരിലോട്ട് എത്തിക്കാൻ എത്തി എന്നുള്ളത് ഭയങ്കര ഹാപ്പിനെസ് ആണ്, മൊത്തത്തിൽ സന്തോഷം. അത് ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്തില്ല. നമ്മളൊരു സാധനം ഇത്രേ ഉള്ളൂ. നമ്മുടെ ഒരു റൂൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്യണ സാധനം ജെനുവിനായിട്ട് ചെയ്യാം. ജെനുവിനായിട്ട് ചെയ്തിട്ട് ഓവർ എക്സ്പെക്ടേഷൻ ഇല്ല, അങ്ങോട്ട് വിട്ടേക്കുക. ചെയ്യണ സാധനം നമ്മൾ അത്ര 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്ത് ഇറക്കുക. ബാക്കി വരുന്നിടത്ത് കമ്മിങ് ബാക്ക് ടു അമൃതേട്ടന്റെ കോണ്ടന്റ് സ്റ്റൈലൊക്കെ ഇച്ചിരി ഡിഫറെന്റ് ആണ്. അതെ, ഇപ്പൊ ഞാൻ ഏറ്റവും റീസെന്റ് കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ആ പവിഴമല്ലിയാണ്. ആ പവിഴമല്ലിയുടെ ആ ലുക്കിംഗ്, ആ ഡാൻസ് സീക്വൻസ് വെച്ച് തന്നെ ഫൈറ്റ് എക്സാക്ട്ലി നോക്കുകയാണെങ്കിൽ ആ ഡാൻസ് സീക്വൻസിൽ കാണിക്കുന്ന ആ മൂവ്മെന്റ് തന്നെയാണ് ആ ഫൈറ്റിൽ വന്നിരിക്കുന്നത്. അതെങ്ങനെയാ ക്രാഫ്റ്റ് ചെയ്തായിട്ട് സച്ച് നമുക്ക് കണ്ടു കഴിയുമ്പോൾ
അയ്യോടാ അങ്ങനെ തോന്നുന്നൊരു സാധനമായിരുന്നു. എങ്ങനെ അതിന്റെ മേക്കിംഗ് ആ ഒരു സ്റ്റോറി ഒന്ന് പറയോ? ആക്ച്വലി അതൊരു ഇപ്പം ഞാൻ ഒറ്റയ്ക്കെന്നല്ല, ഈ പറഞ്ഞ പോലെ ഇവരെല്ലാവരും ഉണ്ടായിരുന്ന ഒരു ടീം വർക്കാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ബേസ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നത് ആ പഴമല്ലി വന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാം, ഇപ്പോൾ ഡാൻസിൻ്റെ അപ്പുറത്തോട്ട് എല്ലാവരും ചെയ്യുന്നത് ആ ഡാൻസാണ്, അതിൻ്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വന്നപ്പോൾ ഒരു ഗേൾ ബോയ് ഒരു ഫൈറ്റ് പോകണം എന്നുള്ളൊരു ആഗ്രഹം, ഇങ്ങനെ ഒരു 2-3 സെക്ഷൻ ഇങ്ങനെ വേണം മനസ്സിൽ ഫൈറ്റ് എന്നുള്ളൊരു സംഭവം ഐഡിയ ആണ് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഇവന്മാരുടെ അടുത്ത് സംസാരിക്കാൻ ചെന്നപ്പോഴാണ് അങ്ങനെ ഒരു ഡിസ്കഷനിൽ വന്ന തീരുമാനമാണ് നമുക്കതൊരു ഫസ്റ്റ് നൈറ്റ് ആക്കാം, അവിടെ നടക്കുന്ന ഫൈറ്റ് ആക്കാം എന്നുള്ളൊരു പരിപാടി. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇവരും ക്രൂവും എല്ലാവരും കൂടെ വന്നിട്ട് നല്ലൊരു പണിയായിരുന്നു. ഞാൻ എന്റെ BTS വീഡിയോ ഓൾസോ പോസ്റ്റ് ചെയ്തിട്ടില്ലേ, അതിന്റെ ഇടയ്ക്ക് ചെറിയ ആ നടുമുറ്റത്തുള്ള ആ സീക്വൻസിന്റെ BTS വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതും കുറെ ഉണ്ട്, കാരണം ആ വർക്ക് നടക്കുന്ന സമയത്ത് കുറെ പേർക്ക് ഇഞ്ചുറി ഒക്കെ പറ്റിയായിരുന്നു. ആക്ച്വലി ഇഞ്ചുറി പറ്റിയ ആൾക്കാരും ഞാനാണ് കേറിയപ്പോ തന്നെ നെറ്റിയിലൊരു ആശുപത്രി പോണോ? അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാരും വർക്ക് ചെയ്ത എല്ലാരും തന്നെ ഇപ്പൊ സത്യം പറഞ്ഞ അതിനകത്ത് ഇപ്പൊ എന്റെ കൂടെ ഫൈറ്റ് ചെയ്ത ആൾക്കാര് ഇപ്പൊ ഒന്ന് ബെന്നാണ്, അതുപോലെ ബ്രയാൻ ഉണ്ട്, ബിലാലുണ്ട്, പിന്നെ കുറച്ച് പേരുണ്ട്. അപ്പൊ അതില് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓൺ സ്ക്രീനിൽ വന്ന ആൾക്കാർ അതിന്റെ ഓഫ് സ്ക്രീനിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. ആക്ച്വലി ഓഫ് സ്ക്രീൻ വർക്ക് ചെയ്യും, അറ്റ് ദി സെയിം ടൈം സ്ക്രീൻ ചെയ്ത ആൾക്കാരാണ് ഇപ്പൊ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവരുടെ ക്യാമറ ചെയ്ത പ്രണവ് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും മനസ്സിലായി. സംഘടന ഫസ്റ്റ് നൈറ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വിളിച്ചത്. പിന്നെ കുറച്ച് സംഘടന എങ്ങനെ നല്ല അടി മിസ് ചെയ്തു, ഒരു അടി കൊടുക്കായിരുന്നു. ക്ലൈമാക്സിലൊരു അടി ഷൂട്ട് ചെയ്ത് വന്നപ്പോ പിറ്റേ ദിവസം രാവിലെ 9 പ്രശ്നം രാത്രി തീർക്കേണ്ട സാധനമാണ്. എനിക്ക് ചവിട്ട് കൊള്ളാൻ അറിയൂല എന്നൊക്കെ. ഇതിന്റെ ബിഹൈൻഡ് ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസത്തെ പണിയുണ്ട്, പ്രാക്ടീസും ഉണ്ട്. കല്യാണിയാണ് ചെയ്തത്. അപ്പോൾ കല്യാണിനോട് ഐഡിയ പറഞ്ഞ സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് അവള് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഫൈറ്റാന്ന് പറഞ്ഞ സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ദിവസവും വീട്ടിൽ വന്ന് ആ 360 ഷോട്ട് സിംഗിളൊക്കെ പോകേണ്ടതുകൊണ്ട് വീട്ടിൽ വന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അവൾ ഈ പറയുന്ന പോലെ അവിടെ മൂവിന്റെ പ്രൊമോഷൻസ് ഒക്കെ നടക്കുന്നതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു ഇന്റർവ്യൂ ഒക്കെ തീർത്തിട്ട് രാത്രിയാണ് വരുന്നത്. രാത്രി വന്ന് ചെറിയൊരു നാപ്പ് എടുത്തിട്ട് ഞങ്ങൾ രാത്രി തുടങ്ങിയിട്ട് ഷൂട്ട് തീരുന്നത് രാവിലെ 8:30-9 മണിയൊക്കെയാണ്. അപ്പൊ ഒരു 6-6:30 ആയി കഴിഞ്ഞപ്പോ ഒരു ഏകദേശം ഒരു സെക്ഷൻ തീർന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഭാഗം കൂടി ഷൂട്ട് ചെയ്യാനുണ്ട്. ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെന്ന്, അപ്പൊ ഞാനും കല്യാണിയും പിന്നെ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നു, ഫൈറ്റ് കൊള്ളാൻ ബിലാലുണ്ടായിരുന്നു. അപ്പോൾ ബിലാലുണ്ടായിരുന്നു, ഇവൻ ഇല്ല ആ സമയത്ത്. അപ്പൊ ഞങ്ങളിങ്ങനെ വന്ന് നിന്നിട്ട് ബെഡ്റൂമിന്റെ അകത്താണ് ഷൂട്ട്. ആ ഷോട്ട് പോവാം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് ഇത്രയും ക്രൂ, ഒരു 10-15 പേരുള്ള ക്രൂ ആണ്, ആരും കാണുന്നില്ല. 6 മണിയാ സമയം. തിരിഞ്ഞു നോക്കി ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും ഓരോ മൂലയ്ക്ക് കിടന്നുറങ്ങി. ഇത് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ഈ സെഷൻ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോയി വിളിക്കട്ടാ എന്നിട്ട് കണ്ണടച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ വന്നിട്ട് ഞാൻ പോയിട്ട് അല്ല എന്നെ വിളിക്കട്ടാന്ന് പറഞ്ഞു. ഞാൻ ഉറങ്ങാൻ ഞാൻ ജസ്റ്റ് 5 മിനിറ്റ്സ് നാപ്പൊന്നും പറഞ്ഞിട്ട് ഞാൻ കിടന്ന് കണ്ണടച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോ കല്യാണം എന്നിട്ട് സമേ എണീക്കടാ ചാടി കണ്ടിട്ട് ഷൂട്ട് കഴിഞ്ഞില്ലേ, ഷൂട്ടൊക്കെ കഴിഞ്ഞ് വാ പോവാന്ന് ആ സമയം. അപ്പോ അതിൽ ഇപ്പൊ കൂടെ വന്ന എല്ലാവരും ഭയങ്കര എഫേർട്ട് എടുത്തു. ഒരു ടീം എഫേർട്ടിന്റെ ഭാഗമായിട്ട് വന്നൊരു ഐഡിയ കോൺസെപ്റ്റലൈസ് ചെയ്തു, ഡയറക്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ എല്ലാവരും ടീമായിട്ട് നിൽക്കുന്നതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് അന്ന് ആക്ച്വലി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കിപ്പോൾ ഒരു ഭയങ്കര നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നൊരു വിഷൻ ഉണ്ടെങ്കിൽ, എക്സൈറ്റിംഗ് ആണെന്ന് തോന്നുന്നൊരു വിഷൻ ഉണ്ടെങ്കിൽ, ആ വിഷനെ ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർക്കും അതേ പാഷനേറ്റോടെ നമുക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ വി ക്യാൻ ക്രിയേറ്റ് സംതിങ് ബിഗ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മൂവിയിലൊക്കെ ചെയ്യാനും ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ എവിടേക്കോ നമുക്ക് മോട്ടിവേറ്റഡ് ആവുന്ന ഒരു തോട്ട് അതാണ്. നമുക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ ആ വിഷൻ നമ്മുടെ കൂടെയുള്ള ആൾക്കാരിലോട്ടും അതേ പാഷനോടെ എത്തിക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു സിനിമ ചെയ്യാം. സിനിമ ചെയ്യാന്ന് പറഞ്ഞ സാധനത്തിൽ നിന്നാണ് ഞാൻ വന്നത്. കഥ അൺടോൾഡ്. എനിക്ക് ഇനിയടുത്ത് ഞാൻ കഥ അൺടോൾഡ് പ്രണവിന് ഒരാളുടെ കമന്റ് വന്നിരുന്നല്ലേ നമുക്ക് സിനിമ ചെയ്യാന്ന് പറഞ്ഞ് അല്ലേ? ഒരു സേവ് ദ ഡേറ്റ് എടുത്ത് വെച്ചിട്ട് സേവ് ദ ഡേറ്റിന്റെ താഴെ ഒരാള് കമന്റ് ഇട്ടു നമുക്കൊരു സിനിമ ചെയ്യാൻ. എന്തായാലും പറഞ്ഞു. അത് കഥയുടെ സ്റ്റാർട്ട് എന്താന്ന് വെച്ചാൽ എനിക്കിങ്ങനെ എന്താ പറയാ, ഞാൻ കോൺസെപ്റ്റ്സ് അങ്ങനെ അധികം ചെയ്യില്ല.
അപ്പൊ എനിക്കിങ്ങനെ എന്തെങ്കിലും എന്താ പറയാ ഒരു സത്യനന്ദിക്കാട് വൈബുണ്ട് എന്റെ ഉള്ളിൽ. പണ്ട് മുതലേ ഒരു പാടം വേണം, അവിടെ കൊണ്ടെടുത്ത ആള് വേണം, ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ഇപ്പോഴും ഞാൻ ചെയ്യാറ്. അപ്പൊ അന്നത്തെ ഫസ്റ്റ് കഥയിൽ അഭിനയിച്ച രണ്ടുപേരും ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ കൂടെ അപ്പുറത്ത് താമസിച്ചോണ്ടിരുന്ന. അപ്പൊ അവര് എനിക്ക് എന്റെ ഒരു അച്ഛനമ്മേനെ പോലെ ആയിരുന്നു അവിടെ, എന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നവരാ. അപ്പൊ ഇവര് പറഞ്ഞു, എടാ നമുക്കൊരു വെറൈറ്റി സാധനം വേണം. അപ്പൊ ഇതിനു മുന്നേ എന്റെ വേറൊരു കസിന്റെ സേവ് റേറ്റ് ഞാൻ ഷൂട്ട് ചെയ്തു. അപ്പോഴും ചെയ്തപ്പോ ഞാൻ സാമിന്റെ അടുത്താണ് സംസാരിച്ചത്, സാം ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഒരു സ്വപ്നത്തിലേക്ക് പോകുന്നൊരു പരിപാടി വേണം. അപ്പൊ എനിക്കിത് എല്ലാ സേവ് റേറ്റും പോർട്രേറ്റ് ആയിട്ടല്ലേ എടുക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് ലാൻഡ്സ്കേപ്പ് വേണം. അപ്പൊ ലാൻഡ്സ്കേപ്പ് പിന്നെ എപ്പോഴും രണ്ടുപേരും മാത്രം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനമല്ല, എനിക്ക് എല്ലാ ഫ്രെയിം എടുത്ത് നോക്കിയാൽ രണ്ടുപേരും തന്നെ ആയിരിക്കും ഫ്രെയിമിൽ ഉണ്ടാവുക. അപ്പൊ എനിക്ക് പറഞ്ഞു അതിങ്ങനെ OTSും അങ്ങനത്തെ കുറെ ഷോർട്സ് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഇതിലുള്ള മ്യൂസിക് കുറച്ചുകൂടെയും ബെറ്റർ ആക്കാൻ എന്റെ എല്ലാ വർക്കിനും SFXും അഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്ത് തന്നെ എഡിറ്റിങ്ങും ഇതും ഡയറക്ഷനും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് സാമു വരും. പിന്നെ എല്ലാവരും ഞാൻ സജഷൻ ചോദിക്കും. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു അടുത്ത വർക്ക്. അപ്പൊ പറഞ്ഞു ഈ വർക്ക് കൊള്ളാം. അപ്പൊ അഞ്ജന ആശു പേര്. അപ്പൊ പറഞ്ഞു നമുക്ക് ഇങ്ങനത്തെ ഒരു അടിപൊളി സാധനം വേണം കേട്ടോ. സാധനം ചെയ്ത് അവസാനം ഒരു 3 ദിവസം ഷൂട്ട് ഉണ്ടായി ഫസ്റ്റ് കഥയുടെ. അത് ഞാൻ പറയുന്ന കണ്ടീഷനൊക്കെ രാവിലെ 7:30 ഇറങ്ങി 10 മണിക്ക് തെക്കുന്ന പരിപാടിയാണ് 3 ദിവസം. അത് കണ്ണൂർ പോയാ ഷൂട്ട് ചെയ്ത ഫസ്റ്റ്. അത് അടിപൊളി പരിപാടിയാണ്. ആക്ച്വലി വിഷ്വൽ ട്രീറ്റ് മൊത്തത്തിൽ കാണുമ്പോൾ അത് ഞാൻ ഭയങ്കര കണ്ടീഷൻസ് നമുക്ക് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈവൻ എൻ്റെ അടുത്ത് പറഞ്ഞ പോയിന്റിൽ മനസ്സിലായി ഇത് നോർമലി ഒരു വെഡിങ് ഹൈലൈറ്റ് പരിപാടി അല്ല ചെയ്യണേ. ഞങ്ങള് അവർക്കൊരു 10 കൊല്ലം കഴിഞ്ഞാൽ എടുത്ത് നോക്കുമ്പോൾ മെമ്മോറബിൾ ആയിരിക്കണം. പ്ലസ് ഒരു സിനിമാറ്റിക് പരിപാടി വരണം. അല്ലാണ്ട് വെഡിങ് നോർമലി ചെയ്യണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. കല്യാണത്തിന്റെ സമയത്ത് ഞാൻ വിളിക്കാം, സേവ് ദ ഡേറ്റിന്റെ വീഡിയോ. റൂളുണ്ട്, ഞങ്ങള് പ്രേമിച്ച് കല്യാണം മാത്രം ഇനി പഠിച്ചിറക്കണേ കണ്ടുപിടിക്കണല്ലേ. ട്രൈ ചെയ്ത് നോക്കും. പിന്നെ കഥാന്ന് പേരിട്ടത് അതുകൊണ്ടാ. നമ്മള് ഇപ്പം ക്ലയന്റ് വന്നപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ സംസാരിക്കും. അപ്പൊ അവരെടുത്ത് ചോദിക്കും നിങ്ങളുടെ ലവ് സ്റ്റോറി എന്തായിരുന്നു, എന്നോട് എന്തെങ്കിലും കുഞ്ഞു ത്രെഡ് കിട്ടുമായിരിക്കും. കുഞ്ഞു ത്രെഡിൽ നിന്ന് തുടങ്ങിയത്. ഇപ്പൊ ഫസ്റ്റ് കഥയുടെ ത്രെഡ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അവര് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ഇവർ ഒരേ നാട്ടുകാരാ. ഒരു റെയിൽവേ പാളത്തിന്റെ അപ്പുറത്ത് ഇവര് വീട്. ഇവര് ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് വളർന്നു. അപ്പൊ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് നാട്ടുകാർക്ക് മൊത്തം ഫ്രണ്ട്സാ. പക്ഷെ ഇവര് ബാംഗ്ലൂരുണ്ട്. ഇവർ രണ്ടുപേരും കപ്പിൾസ് ആണ്. അത് വളരെ ചുരുക്കം പേർക്ക് അറിയുള്ളൂ. അപ്പൊ ഈ സംഭവം ഞാൻ ബുക്കാക്കി എടുത്തിട്ട് ഇതൊരു 90s ലൈഫിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു പരിപാടി കൊണ്ടുവന്നപ്പോ അങ്ങനെ ഉണ്ടായി. അപ്പൊ കഥ എന്നുള്ള പേരൊന്നും അപ്പൊ ഇല്ല. ഇത് ഷൂട്ട് ചെയ്യുമ്പോഴും കഥ എന്നുള്ള പേരില്ല. എഡിറ്റ് തീർന്നതിന്റെ ലാസ്റ്റ് ഒരു തലേദിവസം രാത്രി ഇങ്ങനെ ഇരുന്നിട്ട് ഇത് ആക്ച്വലി പറഞ്ഞ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് ട്രെയിൻ കയറിയപ്പോ സാറിന്റെ അടുത്ത് വന്നു, സാർ നമുക്കൊരു ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയാലോ, പരിപാടി തുടങ്ങിയാലോ, ഒള്ളി കപ്പിൾസ് ഇവരെ ഷൂട്ട് ചെയ്യാം, ഒള്ളി ലാൻഡ്സ്കേപ്പ്, ഇങ്ങനത്തെ ഒരു പരിപാടി ഷൂട്ട് ചെയ്യും. ലാൻഡ്സ്കേപ്പ് എന്ന് കേൾക്കുമ്പോ തന്നെ എനിക്ക് തോന്നി ഈ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്. അല്ല മെയിൻലി ലാൻഡ്സ്കേപ്പിൽ ത്രൂ ആണ് നമുക്ക് ശരിക്കും സ്റ്റോറി ടെല്ലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഈ റീൽ ഒരു ട്രെൻഡ് ആയതിന് ശേഷമാണ് പോർട്രേറ്റ് വീഡിയോക്ക് ഇത്ര ഇമ്പോർട്ടൻസ് തുടങ്ങിയത്. അങ്ങനെ ഇത് പറഞ്ഞപ്പോ പേര് അപ്പൊ അന്ന് പേരിട്ടത് വെഡ്ലോക്ക് ഫിലിംസ് എന്നായിരുന്നു. വെഡ്ലോക്ക് ഫിലിം. അപ്പൊ ആരൊക്കെയോ പേര് കൊള്ളാന്ന് പറഞ്ഞു, ചിലർ വേണ്ടാന്നും പറഞ്ഞു. അവസാനം ചുമ്മാ ഇൻസ്റ്റാഗ്രാം എടുത്ത് സെർച്ച് ചെയ്യൂല ഇങ്ങനെ പേരിടാൻ നോക്കി. അവസാനം എഡിറ്റിങ്ങിന്റെ ലാസ്റ്റ് ദിവസം രാത്രി ഇരുന്നപ്പോ പേര് നമുക്കൊരു പേര് വേണ്ടേന്. അപ്പൊ പിറ്റേ ദിവസം വീഡിയോ എടുക്കണം, ലോഗോയും ഇല്ല. അപ്പൊ ഇങ്ങനെ പേര് വന്നപ്പോ കഥ എങ്ങനെയാണ്, കഥ വർക്കടാ, കഥ എന്തായാലും കഥയല്ലേ പറയണേ. അപ്പൊ ഞാൻ അടിയിൽ ടാഗ് ലൈൻ കൊടുത്താണ് കഥ ദ അൺടോൾഡ് സ്റ്റോറീസ്. പറയാത്ത കഥയാണ്, പക്ഷെ പറയാത്ത കഥയാണ് ഒരു സാധനം. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ പോയി ഇവനിടുന്ന് എഡിറ്റ് ചെയ്യായിരുന്നു. പിറ്റേ ദിവസം ഞാൻ വൈകുന്നേരം ഔട്ട് കൊടുക്കണം. ഇവൻ എനിക്ക് അയച്ചു തരുമത് നേരെ ഔട്ട്. എന്നിട്ട് പറഞ്ഞു എനിക്ക് തോന്നിയൊരു ലോഗോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവന് ഞാൻ എപ്പോഴും ഈവൻ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ചെയ്ത് കൊടുക്കുമ്പോ നല്ല സാധനം അതാ റൂള്. അപ്പൊ ഇരുന്ന് ഞാൻ രാത്രി ഇവൻ പോയതിനു ശേഷം ഇരുന്ന് ഈ ലോഗോയിലിരുന്നേ പണിത് സംഭവം സിമ്പിളാണ് കാണുമ്പോ, പക്ഷെ നല്ല പണിയുണ്ട്. രാവിലെ പിന്നെ അയച്ചെടുത്തപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കഥ പറയും. അപ്പൊ തന്നെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത് നോക്കിയില്ല, വീഡിയോ പോസ്റ്റ് ചെയ്തു.
പിന്നെ ഇപ്പൊ അതിന്റെ രണ്ടാമത്തെ വർക്കും കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഈ ലോഗോ സംഭവങ്ങളൊക്കെ ഒരു രാത്രി നേരം എടുക്കുമ്പോ ഉണ്ടാവുന്നു. ഇപ്പൊ 2 ലോഗോയുടെ കഥ നമ്മൾ പറഞ്ഞു. 2 ലോഗോവും രാത്രി ഫുഡ് കഴിച്ചിട്ടിരിക്കുക, രാവിലെ ആകുമ്പത്തേക്ക് ശരിയാവുക. ഇതാണ് ആ ഒരു അതെ അതെ പാറ്റേൺ അതാണ്. ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ ഉണ്ടായിരിക്കണം അങ്ങനെയാണ്. പെട്ടെന്നൊരു മറ്റേ യുറേക്ക മൊമെന്റ്, യുറേക്ക ആ സാധനം. അത് ഉറക്കില്ലാത്തോണ്ട് ഉറങ്ങിയിട്ട് അപ്പൊ പറഞ്ഞായിരുന്നു കഥരായിരിക്കും പ്രണവിന്റെ വർക്കിലാണെങ്കിലും ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ് ഒക്കെ ചെയ്യുന്ന ആളാണ് ബെൻ എന്നുള്ളത്. ഇത് ഞങ്ങളുടെ അനിരുദ്ധ അല്ല അനിരുദ്ധ, പക്ഷെ അങ്ങനെ പറയില്ലേ, വേറെ എനിക്ക് എന്റെ ഐഡന്റിറ്റിയിൽ അറിയാം. അതെ അത് ആ റേറ്റ് ആണ്, ഞങ്ങളുടെ റൂൾ അതാണ്. അതെ അതെ അതാണ്. അപ്പൊ റിയൽമിയുടെ വിവോയുടെ ഒക്കെ TV ആഡ്സ് കൊമേഴ്ഷ്യൽസിലൊക്കെ ഒരു വലിയ പങ്ക്, അതിന് പിന്നിലെ ആ കരങ്ങൾ, അതാണെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ അറിയുന്നത് ഇന്ന് രാവിലെ എന്റെ കറക്ഷൻ പറ്റിട്ട് രാവിലെ എണ്ണിച്ചപ്പോ കറക്ഷൻ ഉണ്ട്, വേഗം അതാ കഴിക്കാൻ. അപ്പൊ ഉറങ്ങിയിട്ടില്ല ഇന്ന്, അതിന്റെ ഫുൾ എനർജി മോഡാണ്. ഇവരാരും അങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരല്ല. ഗോതം സിറ്റിനെ ഇനി രക്ഷിക്കാൻ ഞങ്ങളേ ഉള്ളൂ. സോ എങ്ങനെയായിരുന്നു ആ ഒരു, എങ്ങനെ അവിടേക്ക് എത്തിച്ചേർന്നത്? ഹൗ വാസ് ദോസ് തിങ്സ്? അങ്ങനെ ചോദിച്ചാൽ ഇതങ്ങ് കോളേജിൽ ഇത് ഈ ടീമിലേക്ക് വന്ന കഥ ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു ചെറിയ സ്റ്റുഡിയോ ഉണ്ട് വീണ്ടും വെളുത്തിന്റെ, ചെറിയ ഹോം സ്റ്റുഡിയോ വരാം. അപ്പൊ അവിടെ ആക്ച്വലി ഫാദറിന്റെ ആയിരുന്നു. ഡാഡി കമ്പോസിങ് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ കീബോർഡും, ഫാദറും ഈ ഇൻഡസ്ട്രി തന്നെയാണ്. മ്യൂസിക് ഡയറക്ടറാണ്. ഓക്കെ. അപ്പൊ പുള്ളിക്ക് കീബോർഡും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവൻ ഞങ്ങൾ പരിചയപ്പെട്ട് എന്റെ വീട്ടിലെല്ലാരും കൂടി ഒരു ഗെറ്റ് ടുഗദർ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എല്ലാരും വന്നു കഴിഞ്ഞപ്പോ സ്റ്റുഡിയോ കയറുമ്പോഴാണ് ഞാൻ അറിയണത് ഇവൻ കീബോർഡ് വായിക്കുന്നത്. അതിലൊരു കാര്യമുണ്ട് കടപ്പിയൻ. ഞാൻ പറഞ്ഞു എടാ മറ്റേ EDM ബീറ്റില് അന്ന് ഈ നീന്നുള്ള പാട്ടില് വരത്തല്ലോ, അതിന്റെ ഒരു ആ സാധനം. അപ്പൊ ഞാൻ പറയാം എനിക്ക് അന്നുള്ള പേരിട്ടാണ് സെറ്റ് ചെയ്യാൻ ഇന്നാ പിടിച്ചോ. പക്ഷെ ഞങ്ങള് ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ അന്ന് സോഫ്റ്റ്വെയർസ് ഉണ്ട്, എനിക്ക് ഈ സാധനം അറിയാൻ പാടില്ല. അപ്പനെ തന്നുകൊണ്ട് ഞാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. എനിക്കതിൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഇവൻ വന്നിട്ട് എടാ ഇത് കീബോർഡ് എന്നൊക്കെ എന്നിട്ട് ചെക്കൻ ഈ പറഞ്ഞ പോലെ ലോജിക് എടുത്തേ, ലോജിക്ക. അപ്പൊ ഞാൻ നോക്കി ലോജിക്ക അനിരുദ്ധ യൂസ് ചെയ്യുന്ന ഡോയാണ് എല്ലാരും, മേജർ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാരും യൂസ് ചെയ്യുന്ന ഡോയാണത്. ഞാനടക്കം വേറെ അപ്പൊ ചെക്കനെ എടുത്തു ഒരു 10 മിനിറ്റ് സാധനം ഉണ്ടാക്കിട്ടാ. അപ്പൊ ഞങ്ങള് നോക്കുമ്പോ ഞാൻ വിചാരിച്ച പാട്ട് യൂട്യൂബിൽ നിന്ന് പ്ലേ ചെയ്യണായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഉള്ളിലേക്ക് നോക്കിയപ്പോഴും സീനായിട്ട് സീരിയസ്ലി ആള് വന്നു. ഞങ്ങൾ ഈ സാധനം കേട്ടപ്പോ തന്നെ ലൈക്ക് സാധനം ഉണ്ടെന്ന് മനസ്സിലായി. നമുക്കൊരു സ്ട്രൈക്ക് പോയിന്റ് ആൾക്ക് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ മോട്ടിവേഷനാണ്, എന്തുണ്ടെങ്കിലും പിന്നെ ഒരു സാധനം ചെയ്യണം. പിന്നെ സെക്കൻഡ് ചെയ്ത് അതെ വല്ലാത്ത മോട്ടിവേഷനാ സാധനം ചെയ്യണം. നിന്നെ കൊണ്ടൊന്നും പറ്റൂല. അല്ല സംഭവിച്ചല്ലേ, ഇവൻ അനങ്ങി പണിയാ. നാഗചേച്ചിക്ക് ശേഷം കേരളത്തിൽ ഇത്രയും മികച്ച മോട്ടിവേഷനാ കിട്ടിക്കൊണ്ടിരുന്നത്. അല്ല സംഭവിച്ചില്ലേ, ആളുടെ ഒരു ഫ്ലോ സ്റ്റേറ്റ് ഉണ്ട്, അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ലീഗ് സാധനം വരും. ഇരിക്കൂല, നിക്കും. എന്നിട്ട് ഈ കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് നിപ്പുണ്ട്. ആ നിപ്പില് അരമണിക്കൂർ നിക്കുള്ളൂ. ആ നിപ്പില് ഒരു പാട്ടത്തിലുള്ള സാധനം വരും. അപ്പൊ പിന്നെ അന്ന് കൂടിയതാ കൂടാ, അന്ന് കൂടിയിട്ട് ഇതുവരെ പോയിട്ടില്ല. ഇനി പറഞ്ഞോ, ഞാനെന്താ ഇവരൊക്കെ പറഞ്ഞില്ലേ. അതെ എന്നിട്ട് അങ്ങനെ ഇവരോട് കൂടി പിന്നെ അതല്ലാണ്ട് ഫ്രീലാൻസ് ആയിട്ട് കുറെ വർക്ക്സ് ഇങ്ങനെ ചെറിയ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ ചെയ്ത് മെയിൻ ആയിട്ട് ടീമിന്റെ കൂടെ തന്നെയാണ്. അപ്പൊ ഓരോ കണക്ഷൻസ് വരുമ്പോഴത്തേക്കും സംസാരിച്ച് അങ്ങനെ ബിൽഡ് ചെയ്ത് അങ്ങനെ നമുക്ക് ഓണമൂഡ് ത്രൂ പരിചയപ്പെട്ട ഒരു കളർ ഗ്രേഡ് ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ. ആളുടെ പേര് വരേണ്ടതായിരുന്നു. ഈ റിയൽമിയുടെ ആഡ് ചെയ്തോണ്ടിരിക്കും. എനിക്ക് ആ കളർസിനാണ് കണ്ടത്. ആ കളർസിനാണ് എല്ലാ കളറും. അതെ അതെ അതെ. അവന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഗാഫറാണ്, സിനിമാറ്റോഗ്രാഫറാണ്, കളറിസ്റ്റാണ്, എഡിറ്ററാണ്.
ഇതിന് ശേഷം ഫോട്ടോ ഒന്ന് എഡിറ്റിൽ കട്ട് അതെ, ചെയ്ത് കാണിക്കാം. ഈ Special side ലേക്ക് ആയിട്ട് ഇങ്ങനെ ഫോട്ടോ രണ്ട് ഗ്യാങ്ങാ ബെൻ കാച്ചപ്പള്ളി ഡീൻ കാച്ചപ്പള്ളി കാച്ചപ്പള്ളി brothers കാച്ചപ്പള്ളി ഞങ്ങൾ brothers വിളിക്കും. അണ്ണൻ തമ്പി. അവന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പോയിട്ട് നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങൾ ചെയ്യും. ഇതങ്ങട് ഈ സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗ് പരിപാടി ചെയ്യും, അതങ്ങോട്ട് ഹിറ്റ് ആക്കും. എന്നിട്ട് ബാക്കിയുള്ള ഏജൻസീസ് ഞങ്ങൾ വിളിച്ചിട്ട് ഇത് റെഫറൻസ് എടുത്ത് തരും, ഇതേപോലെ ചെയ്യണായിട്ട്. ഇതേപോലെ തന്നെ ചെയ്യും. എന്തിനാ ഇതാക്കുന്നത്? ഇത് തരാൻ എന്തിനാ ഇതേപോലെ? ഞങ്ങൾ എന്നിട്ട് ഒരു 100 പ്രാവശ്യം ആനപ്പോയി തെറുവാറുണ്ട്. നീ ഓരോ സാധനം എടുത്ത് വെക്കും, ഇത് മൊത്തം വന്നിട്ട് നമുക്ക് വിടലേക്ക് വരും. ഇത് അവനോട് ചോദിക്കൂട്ടോ, എടാ ഇത് എങ്ങനെയാടാ, എടാ ഇത് ഇത്ര ഉള്ളടാ, എടുക്കണമെങ്കിൽ ഞങ്ങളുടെ കൂടെയാണ് ഒരു 5 പേര് വേണം. അത് അവൻ ഒറ്റയ്ക്ക് ചെയ്യും. അതാണ് ആളുടെ സ്കില്ല്. പക്ഷെ അതൊരു വല്ലാത്തൊരു മുതല. കാരണം ഒരു ഈഗോ ഇല്ലാണ്ട് വർക്ക് ചെയ്യണ ഒരുത്തന്നെ. നമുക്ക് എന്ത് ആവശ്യമില്ല ഏത് ടൈമിലും വിളിച്ചു കഴിഞ്ഞാൽ ആള് ചെയ്തു. ഞാൻ ആളെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് പോയിട്ട് ആളുടെ വർക്സിന്റെ കൂടെ പോവാറുണ്ട്. എന്ന് പറഞ്ഞാലേ ഒറ്റയ്ക്ക് പഠിച്ചു വന്നു ഒരാളുടെ അങ്ങനെ അണ്ടറിൽ വർക്ക് ചെയ്യേ. ഞങ്ങൾ That God gifted people. കടവുളേ അയ്യോ അയ്യോ. ഓക്കെ, പറഞ്ഞു റിയൽമിയുടെ വിവോയുടെ ആഡിന്റെ സെറ്റ് അപ്പൊ അങ്ങനെ ഓണം മൂഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം നല്ല ടേംസിലായി കണക്ഷനൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളൊരു വർക്കിലിരുന്ന് നമ്മുടെ ഒരു പേഴ്സണൽ വർക്കിൽ ഇങ്ങനെ ഇരുന്ന് ഡെവലപ്പ് ചെയ്ത് അപ്പൊ അതിന്റെ ഒരു ഡിസ്കഷന് വേണ്ടി അവരോട് സംസാരിച്ചപ്പോ ഓക്കെ അവർക്കൊരു വൈബ് കിട്ടി, ഓക്കെ വർക്ക് ചെയ്യാം. അതെ, അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ആഡ്സ് വന്നിട്ടുണ്ട്, ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാന്നുള്ള ഒരു മൂഡ് വന്നപ്പോഴത്തേക്കും ട്രൈ ചെയ്യാന്ന് ഞാനും അങ്ങനെ ആഡ്സ് അങ്ങനെ ആ ടൈമിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോകുമ്പോൾ അതിന്റെ ഒരു ഹുക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു പൾസ് ഉണ്ടല്ലോ മ്യൂസിക്കിന്, അപ്പൊ അത് വിഷ്വലി മാച്ച് ആവേണ്ട രീതിയിൽ നമ്മളതിന്റെ സ്പീഡും കാര്യങ്ങളും ആ ഒരു മൊത്തത്തിലുള്ള നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ടോണിനനുസരിച്ച് നമുക്ക് ഉള്ളിലൊരു സാധനം തന്നെ നമുക്ക് ജനറേറ്റ് ആവും. അപ്പം നമ്മൾ അത് മാക്സിമം പുഷ് ചെയ്യുക, എലിവേറ്റ് ചെയ്യുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൊത്തത്തിൽ എലിവേറ്റ് ആവും. പിന്നെ ബേസിക്കലി എൻ്റെ ഒരു തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സ്റ്റാൻഡ് അലോൺ ആയിട്ട് എല്ലാം അടിപൊളിയായി. ഇപ്പൊ വിഷ്വൽ ആണെങ്കിൽ ഇപ്പൊ വിഷ്വൽ മാത്രമായിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്കും ഓക്കെ ഇതിനൊരു ഫ്ലോ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സൈഡും ഇപ്പൊ കളർ ഗ്രേഡ് ചെയ്യുമ്പോഴാണെങ്കിലും ആ വിഷ്വലിനൊരു മൂഡ് വരും, മ്യൂസിക് ചെയ്യുമ്പോൾ അതിനൊന്നുകൂടെ ഇങ്ങനെ എലിവേറ്റ് ചെയ്യും. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റും സ്റ്റാൻഡ് അലോൺ ആയിട്ട് കോൺഫിഡന്റ് ഉണ്ടാവും, ഓക്കെ ഇത് പക്കയാണ്, ഇനി മ്യൂസിക്കിന് കൊടുത്താൽ അല്ലെങ്കിൽ ഇനി ഇത് കൊടുത്താൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ആവും തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊളാബറേറ്റ് ചെയ്ത് ഇപ്പൊ നേരെ ടീം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവുന്ന പറഞ്ഞ പോലെ തന്നെ ഈ സെയിം സാധനം എല്ലാം സ്റ്റാൻഡേർഡായിട്ട് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു പീക്കിൽ എത്തും. ടീം വർക്ക് ജെന്യൂൻ ആയിട്ടുള്ള ടീം വർക്ക് തന്നെ അവിടെ. എന്ത് സൈഡിലാണെങ്കിലും പോരാ, നമുക്ക് അതിന്റെ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോഴേക്കും പോരാന്ന് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റണം. ആ സ്പേസ് വന്നാലേ നല്ലൊരു ഔട്ട് കിട്ടുള്ളൂ. അതാണ് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ഏറ്റവും വലിയ ഗുണം. കൊള്ളൂല്ലെങ്കിൽ കൊള്ളാന്ന് പറയാം. ഇപ്പൊ എവിടെ ഇരുന്നിട്ടായാലും പറയും, ഞാൻ പറയും ഞാൻ ഇതില് ഓണമുള്ളിൽ വർക്ക് ചെയ്യാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആ സമയത്ത് ബാംഗ്ലൂരാണ്, ഒന്ന് സൂര്യനാരായണ ഓർമ്മ മുമ്പേ. അപ്പൊ ജാമാളിൽ എന്നെ വിളിച്ചിട്ട് പറയും, എടാ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മിനിമം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞങ്ങൾ വിളിച്ചിരിക്കും, ആരെങ്കിലും നമ്മൾ വിളിക്കും. അപ്പൊ എടാ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ട് ഇതാണ് പരിപാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നിനക്ക് വരാൻ പറ്റുമോ? ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഇല്ലടാ ലീവ് കിട്ടില്ല, സമയത്ത് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള സമയം. അപ്പൊ വരാൻ പറ്റുമില്ല, കുഴപ്പമില്ല പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരെന്നെ വിളിക്കണത് ഷൂട്ട് തുടങ്ങണം അന്ന് രാവിലെയാണ്. പൂജയ്ക്ക് തൊട്ടും വിളിച്ചിട്ട് എടാ തുടങ്ങാട്ടോ, ഇവിടില്ല കുഴപ്പമില്ല, സാധാരണ തുടക്കം പോലുള്ളതാണല്ലോ. അപ്പം എനിക്കാണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും ഉണ്ടാവണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ഇവനില്ലാത്തപ്പോ ഒരു അതെ നമ്മുടെ പിള്ളേരാണ്, അവർ അടിപൊളിയായിട്ട് ഫസ്റ്റ് പരിപാടി ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ഉണ്ടാവണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, അതിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്നിട്ട് എനിക്ക് ഓരോ സെഗ്മെന്റ് കഴിയുമ്പോൾ ഇപ്പൊ കളർ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, ഇത് എങ്ങനെ കണ്ടിട്ട് കഴിയുമ്പോൾ അയച്ചു കൊടുക്കും. അത് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് 2 പേര് റംസാൻ അമൃത സ്റ്റുഡിയോയിൽ പെറ്റ് കിടപ്പും. കാരണം സാധനം ടൈം ലൈൻ കുറവായിരുന്നു നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാന്നുള്ളതിന്റെ. അപ്പൊ പട്ടാപ്പെട്ട് പരിപാടി തീർക്കണം. കറക്റ്റ് ആണ്. പിന്നെ ഇപ്പൊ ഈ ബെന്നിന്റെ കാര്യം പറഞ്ഞല്ലോ, ബെന്നിന്റെ എന്താ ഫ്ലോ സ്റ്റേറ്റ് അതുപോലെ സാമിനുണ്ട് ഒരു ഫ്ലോ സ്റ്റേറ്റ്. ഉറക്കൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഉറങ്ങാണ്ട് എണീറ്റ് ഒരു ഫ്ലോ സ്റ്റേറ്റ് ഉണ്ട്. ഒന്ന് മേടിച്ചെടുക്കാൻ കുറച്ച് പണിയാണ്, കുറച്ചധികം പണിയാണ്. ഞാൻ കൊടുക്കണേ കുറച്ച് കഷ്ടപ്പെടാം. ഇതെന്റെ പ്രൊഫഷണലിസത്തിന്റെ ഭാഗമാണ്. സ്ട്രിക്ട്ലി പ്രൊഫഷണൽ.
അമൃതേട്ടനെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ടേസ്റ്റി നിബിൾസിന്റെ ആ ഒരു കോണ്ടന്റ് നിങ്ങൾ ഫാമിലി ആയിട്ട് ചെയ്തതിലാണ് എനിക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്ത സാധനം. അതിന് മുമ്പ് ഐ ഹാവ് സീൻ യുവർ വീഡിയോസ്, പക്ഷെ ഭയങ്കരമായിട്ട് നമ്മൾ കാണുന്ന ആ സാധനം അതാണ്. മൊത്തത്തിലൊരു കോണ്ടന്റ് ക്രിയേഷൻ ഫാമിലി എന്താ അല്ലേ? മൊത്തത്തിൽ എല്ലാരും അമ്മമ്മച്ച മുടിയൊക്കെ പറത്തിട്ട് വരുന്ന മൊത്തത്തിൽ എല്ലാത്തിലും അതിന് ഞെട്ടിക്കൽ ബിരിയാണി, ഞെട്ടിക്കൽ ചിക്കൻ കറി അല്ലേ? അപ്പൊ ഈ സാധനമൊക്കെ മൊത്തത്തിൽ ഇങ്ങനെയാണ്. അതായത് നമ്മളൊരു ബ്രാൻഡ് കൊളാബറേറ്റ് ചെയ്തുള്ള ആഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ സ്റ്റോറി ടെല്ലിംഗ് കൊണ്ടുവരുന്നത് നമ്മൾ സാധാ കോണ്ടന്റ് ക്രിയേഷൻ എടുത്തത് ഒരു അത് ട്രേഡ് മാർക്കാ പുള്ളിയുടെ. അത് ക്രിയേറ്റ് ഇറ്റ്സ് ഹാർഡ്. അങ്ങനെയാണ് അങ്ങനെ ഒരു ഐഡിയേഷനിലേക്ക് ആ ഒരു സെറ്റപ്പിലേക്ക് വന്നത്. അപ്പൊ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഇപ്പൊ ചോദിച്ചല്ലോ, ഇപ്പൊ ഫാമിലി ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ആക്ച്വലി എൻ്റെ സ്ട്രെങ്ത് എൻ്റെ ഫാമിലിയാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ കൂടെ നിൽക്കിപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പം എല്ലാവർക്കും ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് ഇപ്പോഴാണ് ബ്രാൻഡഡ് കോണ്ടന്റ്സ് ഒക്കെ കിട്ടുന്നതും അല്ലെങ്കിൽ അതിൽ നിന്നൊരു വരുമാനമൊക്കെ കിട്ടുന്നത് ഇപ്പോൾ കുറച്ച് ഒരു പോയിന്റ് കഴിഞ്ഞിട്ടാണ്. അതിന് മുന്നേ ഒരു പോയിന്റ് ഉണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, വീട്ടിലിരിക്കുക ക്രിയേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വേറെ ഇൻകം സോഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്തും ക്രിയേറ്റ് ചെയ്യുക. അപ്പം അതിന് കൂടെ നിൽക്കുന്നൊരു വീട്ടുകാർ ഉണ്ടായിരുന്നോണ്ട് അന്ന് നിൽക്കാൻ പറ്റി. കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ലിറ്ററലി കൂടെ നിൽക്കുക എന്നുള്ളതാണ്. വീടിന്റെ അകത്തും കൂടെ നിൽക്കുക, എല്ലായിടത്തും കൂടെ നിൽക്കുക. അപ്പൊ അങ്ങനെ കൂടെ നിന്ന് കുറെ ഫ്രണ്ട്സും ഈ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നോണ്ടാണ് പിന്നീട് ആ ഒരു ഇതിലോട്ട് വരാൻ പറ്റിയത്. അപ്പൊ ഈ പറയുന്ന പോലെ അച്ഛനും അമ്മയൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിലോട്ടൊക്കെ വരാൻ വിളിക്കുമ്പോഴൊക്കെ ഒരു മടിയായിരുന്നു. അപ്പോൾ 1-2 ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടുപേരും ചാർജ് ചെയ്യും. അടുത്തൊരു ഓരോ വെള്ളിയാഴ്ച എന്നോട് എടാ ഷൂട്ടൊന്നും ഇല്ലേ, അടുത്തൊന്നുമില്ലേ അങ്ങനെ ചോദിക്കും. അപ്പോൾ അവര് ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള, ഇപ്പൊ എൻ്റെ അമ്മയും അച്ഛനൊക്കെ ആണെങ്കിലും എല്ലാവരും ചേട്ടനും ചെയ്യിപ്പിച്ച ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, എന്നെക്കാളും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിനപ്പുറത്തോട്ട് എവിടെയോ ഞാൻ ഇപ്പൊ ആഡ്സ് ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ ഇതിന്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് സർവൈവലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ആഡ് കിട്ടുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ളവർ ചെയ്യുന്ന രീതി എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. എവിടേക്കും അതിൽ നിന്നൊരു ചേഞ്ച് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് ആഡ് പ്രൊമോഷൻസ് വരുന്നതെല്ലാം എൻ്റെ വേറെ ഏതെങ്കിലും ഒരു ആഡ് കണ്ടിട്ടായിരിക്കും. അപ്പോൾ എവിടേക്കോ അതിൽ ഈ ഫാമിലിയും റിലേറ്റബിൾ ആയിട്ടുള്ള എലമെന്റും കുറച്ചൊക്കെ എഡിറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനൊക്കെ അറിയുന്നതുകൊണ്ട് കുറച്ചൊക്കെയോ അയ്യോ കൂടെ എഡിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളായിട്ട് കാരണം ഒരു ചെറിയ ഔട്ട് അടിപൊളിയാണല്ലോ. പറയാലോ. കാരണം പുള്ളിക്കുള്ളൊരു ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഈ ഓഡിയൻസിന് കൊള്ളണ പോയിന്റ് പുള്ളിക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. വിഷ്വലി ഇങ്ങനെ ഒരു സാധനം വേണം, എഡിറ്റിൽ ഇത് ഇങ്ങനെ പോണോട്ടാ, അത് പോണ വരെ ചവിട്ടുമ്പോ പറക്കണം. അതാണ് സത്യമാണ്. അല്ല ബേസിക്കലി ഇപ്പൊ ആൾക്കാരെല്ലാരും ഓരോ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ വ്യൂ പോയിന്റ്സ് ഒക്കെ പലരും പല സിനിമകളും ഇതൊക്കെ കണ്ട് ഇപ്പോൾ ഹോളിവുഡ് സിനിമകളും വലിയ വലിയ പടങ്ങളൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം ഞാനൊക്കെ എന്ന് പറയുന്നത് പണ്ടുള്ള പ്രിയദർശൻ പടങ്ങളും ഇല്ലെങ്കിൽ CID മൂസ, പറക്കുന്തളിക ഇതൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ജനറേഷനിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഉണ്ടായിരുന്ന ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് ഉണ്ട്. നമ്മളിപ്പോൾ എവിടേക്കോ എനിക്ക് മിസ്സിംഗ് ആണ് തോന്നുന്ന ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് ഉണ്ട്. നമുക്ക് വീണ്ടും കണ്ടിരിക്കാൻ പറ്റുന്ന പടങ്ങൾ, അല്ലെങ്കിൽ അവിടെ ഓഡിയൻസിന് എന്തുകൊണ്ട് ചിരി വന്നു, അല്ലെങ്കിൽ ആ ഫൈറ്റ് കാണുമ്പോൾ അവർക്കൊരു ഹൈ എങ്ങനെ വന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ അവര് അതൊക്കെ കണ്ടിട്ട് ആ ഒരു ഹൈ പിന്നെ ആൾക്കാരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു ക്രിയേഷനാണ് എപ്പോഴും ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കാറ്. പിന്നെ ഓഡിയൻസിന്റെ അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറയുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു സെക്കൻഡ് പോലും അവര് അവിടുന്ന് മാറാതിരിക്കാനായിട്ട് നമുക്കത് എങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും, എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് തവണ ഇപ്പൊ ഈ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന ആൾക്കാരൊക്കെ ചോദിക്കും, എന്റെ കൂട്ടുകാരൊക്കെ ചേട്ടാ 1.5 മിനിറ്റ് എഡിറ്റ് ചെയ്യാൻ എന്തിനാണ് ഇത്ര നേരം, ഈ 1.5 മിനിറ്റിന്റെ ഒരു 4 സെക്കൻഡ് എഡിറ്റ് ചെയ്യാൻ ഇതൊരു 10 തവണ ഇങ്ങനെ വരും. അപ്പൊ ഇതൊക്കെ 1 സെക്കൻഡിന്റെ വ്യത്യാസം ഓരോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മ്യൂസിക്കിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ്. മ്യൂസിക്കും ഈ ഇപ്പൊ പറഞ്ഞ പോലെ മ്യൂസിക്കും മാത്രമല്ല കേട്ടോ, ഇപ്പൊ എന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ പ്രണവ് ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് മുന്നേ എൻ്റെ കൂടെ ഷൂട്ട് ചെയ്യുന്ന എന്റെ ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ആളാണ് ബേസിൽ. അപ്പോ ഞങ്ങള് തമ്മിൽ ഒരു സിങ്ക് ഉണ്ട്. വല്ലാത്ത സിങ്ക്, അത് പിടിക്കാൻ പറ്റില്ല. അപ്പോ അങ്ങനെ ഇതെല്ലാം കൂടി ഒന്നിച്ച് വരുമ്പോഴാണ് എവിടേക്കോ ഒരു വ്യത്യാസം വരുത്തണം എന്ന് മനസ്സിലുള്ള ഒരു തോന്നല്. അതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാണ്. നമുക്ക് വരുന്ന
നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എടാ ഇത് കൊള്ളില്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ ഇഷ്ടംപോലെ ആൾക്കാർ ചുറ്റുമുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, രസമില്ലെങ്കിൽ രസമില്ല എന്ന് പറയാൻ. അപ്പോൾ അതെങ്ങനെ രസമാക്കി എടുക്കാൻ നമ്മൾ ചിന്തിക്കും. അപ്പോൾ എവിടേക്കോ നമ്മൾ അതൊന്ന് ബെറ്റർ ആക്കണം. നമ്മുടെ ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ വീഡിയോസ് ശരിയായില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ എന്നെ വിളിച്ച് പറയും എടാ പോരെ ഇങ്ങനെ പോയെന്ന് ശരിയാവില്ല എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ അതാണ്. ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇപ്പം ഞാൻ പോകുന്ന ഇപ്പം സക്സസ് ആയെന്നൊന്നുമല്ല, പക്ഷെ എവിടേക്കോ പോകുന്ന വഴി മുന്നോട്ട് പോകുന്നതിൽ എപ്പോഴും എൻ്റെ കൂടെയുള്ള ആൾക്കാർ, എൻ്റെ ഫാമിലി ഫ്രണ്ട്സും അവരുടെ ഒരു സപ്പോർട്ടും അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എവിടേക്കോ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ടീം ജേർണിയാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം കാണുന്ന ഏറ്റവും വലിയൊരു ഇപ്പൊ എവിടെ നോക്കിയാലും കാണുന്ന സാധനം ബ്രെയിൻ റോട്ടിങ്. സാധനം ഇങ്ങനെ കണ്ടപ്പം നമുക്ക് പറ്റുന്നില്ല ഒരു സാധനത്തിൽ ഇങ്ങനെ, അല്ലെങ്കിൽ അത്രയും നമ്മളെ പിടിച്ചിരിക്കണം, അത്ര കോമ്പറ്റീറ്റീവ് ആയി, ഇൻഡസ്ട്രി അത്രയും കോമ്പറ്റീറ്റീവ് ആയി. തോന്നുന്നു എല്ലാവരുടെയും ക്രിയേഷൻസ് കാണും, ഓരോന്നിൽ നിന്നും നമ്മൾ ഓരോന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിന്റെ മേളിൽ കിട്ടിയില്ലെങ്കിൽ വി നെവർ ലുക്ക് ഇറ്റ്. ആ ഒരു മോഡലേക്ക് ഇൻസ്റ്റഗ്രാം മാറി, അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രി മാറിയിട്ടുണ്ട്. സോ ഹൗ യു ഗൈസ് സീ ദിസ്? ആ ഒരു സാധനത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ് പറയണത്. മെയിൻലി ഇൻഡസ്ട്രിയുടെ ആ ചേഞ്ച് ഈ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ മനുഷ്യരെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും. അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ നല്ല കുക്ക് ചെയ്യണ സാധനങ്ങൾ നല്ല ഹൈ എഫക്ട്സിലും ഹൈ സൗണ്ട് ഡിസൈനിലും കാര്യങ്ങളും ചെയ്യുമ്പോൾ കാണുമ്പോൾ അണ്ടർനാൽട്രഷൻ ആണെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ളൊരു മനുഷ്യന് അറ്റൻഷൻ സ്പാൻ കുറയുമ്പോൾ തന്നെ അവൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കൾച്ചറിലേക്ക് പോണതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പ്ലസ് സിനിമ കാണുമ്പോൾ ഉള്ള പ്രശ്നം, ഇപ്പം മിക്ക പടങ്ങളും ഇറങ്ങുമ്പോൾ മിക്കവരും ലാഗാന്ന് പറയുന്നുണ്ട്. എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. ചില മൂവീസിന് അല്ലെ ചില സെഗ്മെന്റ്സിന് ആ സ്റ്റോറി ടെല്ലിങ്ങിന് ആ സ്ലോ പേസിങ് വേണം. അതിന് ഒരിക്കലും ലാഗ് എന്ന് പറഞ്ഞിപ്പോ പഴയ ഇംഗ്ലീഷ് മൂവീസ്, വെസ്റ്റേൺ കൗബോയ് മൂവീസുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു സീനിൽ ചിലപ്പോൾ ഒരു വൈറ്റ് ഫ്രെയിം വെച്ചിട്ടുണ്ടാവുള്ളൂ. അവർ വന്ന് പെർഫോമൻസ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് ക്രിയേഷൻ ഇപ്പം ഈ ഒരു അറ്റൻഷൻ സ്പാൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ക്രിയേറ്റേഴ്സിന് മടിയാണ്, അത് ഹുക്ക് ചെയ്യില്ല. പക്ഷെ നല്ലൊരു എന്താ പറയുക ആർട്ട് ഫോം അല്ലെങ്കിൽ നല്ലൊരു ക്രാഫ്റ്റ് അവിടെ വന്നില്ല. ഈ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ അറ്റൻഷൻ സ്പാൻ കുറച്ചാൾ കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് പോകും. അത് മെയിൻലി പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ലേ, ഈ മെഡിക്കലി നോക്കുകയാണെങ്കിൽ ADHD പോലത്തെ അസുഖങ്ങൾ കൂടും. ഞാൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കേസ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അമൃതേൻ്റെ അടുത്താണെങ്കിലും ആരോടാണെങ്കിലും നമ്മുടെ വർക്ക് ചെയ്യുമ്പോൾ ഈ അറ്റൻഷൻ സ്പാൻ ഒരു ഫാക്ടറാണ്, പക്ഷെ നമ്മുടെ ക്രാഫ്റ്റിനെ അധികം എഫക്റ്റ് ചെയ്യരുത്. അത് സ്ലോ വേണ്ട സ്ഥലത്ത് സ്ലോ വേണം. അത് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കേസാണ്. പിന്നെ ഓഡിയൻസും ഈ പറഞ്ഞ പോലെ മെജോറിറ്റി, ഈവൻ ഞാനാണെങ്കിലും ഈ പറഞ്ഞ സ്ക്രോളിങ് കൂടുതലല്ല, അതിൻ്റെ എഫക്റ്റ് നല്ല രീതിക്ക് ഉണ്ട്. നമ്മൾക്ക് ക്രിയേറ്റീവ് ബ്ലോക്ക് കിട്ടും, ഒരു സാധനത്തിലേക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളിലേക്ക് പോവും. അത് കൺട്രോൾ ചെയ്യണത് വളരെ നല്ലതായിരിക്കും. പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, നിങ്ങളെല്ലാവരും സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഒരാളുടെ വർക്കിനെ പറ്റി ചോദിക്കുമ്പോൾ യു ഗൈസ് ആർ ടെല്ലിങ് അബൌട്ട് അതർ പീപ്പിൾ. ലൈക്ക് ഇത് വന്നതിൻ്റെ ആ ഒരു സാധനം. ഇപ്പോൾ ഒരു ടീമിന്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ ടീം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ടാലന്റിൽ എന്തോരം ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരുടെ ടാലന്റും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് യു ഗൈസ് ആർ ഇപ്പൊ എന്ത് നല്ല സാധനം വന്നാലും ഇറ്റ് വാസ് നെവർ ഒരാളുടെ പാർട്ടല്ല, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് പ്രോജക്ട്. അങ്ങനത്തെ ഒരു മോഡ് നിങ്ങൾ കാണുന്നുണ്ട്. സോ കമ്മിങ് ടു ദി മാർക്കറ്റിംഗ്, PR അല്ലെങ്കിൽ ഈ ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ ടീം വർക്ക്, ഹൗ ഇറ്റ് വിൽ ഹെൽപ്പ് പീപ്പിൾ. ലൈക്ക് എന്റെ അറിവില്ല അല്ലെങ്കിൽ നമുക്കറിയാവുന്ന എല്ലാവരും അറിയാം, ഒരു ഇപ്പൊ ചായക്കട ചെന്ന ഒരു 4 പേര് കൂടുന്നെടുത്ത് അവരുടെ ആദ്യത്തെ സാധനം ബിൽഡ് സംതിങ്, ഒരു ഓണ്ടർപ്രണർഷിപ്പ്, ആ ഒരു കൾച്ചറിലേക്ക് മാറിയിട്ടുണ്ട് നമ്മൾ. സോ അതിപ്പോ ക്രിയേറ്റീവിലാണെങ്കിലും അല്ലാത്താണെങ്കിലും എവറിത്തിങ് കംസ് അണ്ടർ ദിസ് ടീം വർക്ക്. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഹൗ ഇസ് ദാറ്റ് ബിൽഡിങ്? അതെങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? ദിസ് ഇസ് ദ റൈറ്റ് പേഴ്സൺ, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ നമ്മളിങ്ങനെ അടുക്കി വെക്കുന്ന പോലത്തെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കാം. അത് ആക്ച്വലി സത്യം പറഞ്ഞ ഒരു സിങ്കാണത്. ലൈക്ക് ഇപ്പം ഞാൻ അമൃതനെ കണ്ട പോയിന്റിൽ ഞാൻ അമൃതനെ ഈ പറയുന്ന പോലത്തെ സ്കില്ലുണ്ടെന്ന് നമ്മളെ ഒരു സംസാരിച്ച സിങ്ക് ആവാണ്ട് നമുക്ക് ഒരിക്കലും ഒരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റില്ല. പിന്നുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലേ. നമ്മുടെ ആർട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിൽ 100% കോൺഫിഡൻ്റ് ആണെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒരു ടീം വർക്ക് ഈസി ആയിട്ട് ബിൽഡാവും. അങ്ങോട്ടും ഒരു എന്താ പറയുക, ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയും, ഇവൻ നന്നായിട്ട് ക്യാമറ ചെയ്യും, ഞാനും നന്നായിട്ട് ക്യാമറ ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷെ എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഇവൻ നല്ല സാധനം ചെയ്ത് കഴിഞ്ഞാലും ഞാൻ അതിന് അഗെയിൻസ്റ്റ് പറയണ ഒരു പോയിന്റ് വരും.
ദാറ്റ് ഈഗോ ഇൻസെക്യൂരിറ്റീസ് ഇൻസെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഈ ഇൻസെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടീം വർക്ക് കുറയും. അപ്പൊ മെയിൻ ആയിട്ട് സെൽഫ് കോൺഫിഡൻസ് വലിയൊരു ഫാക്ടറാണ് അതിനകത്ത്. ഓരോ ആൾക്കാർക്കും വർക്ക് ചെയ്യണ ഓരോ ആൾക്കാർക്കും നല്ല നോളജും സെൽഫ് കോൺഫിഡൻസ്, ഈവൻ ദോ നോളജ് ഇല്ലെങ്കിൽ പോലും അത് ഡെവലപ്പ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു ടീമിനെ ഡ്രൈവ് ചെയ്യുന്നത് എപ്പോഴും പാഷനാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ റംസാനായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അവനോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, എടാ നിനക്കോ എനിക്കോ അവനോ ഒന്നും, നമ്മളൊന്നും വലിയ കഴിവുള്ള ആൾക്കാരല്ല, നമ്മളൊന്നും വലിയ കഴിവുള്ള ആൾക്കാരൊന്നും അല്ല. പക്ഷെ എവിടേക്കോ നമുക്കൊരു ഡ്രീമുണ്ട്, നമുക്കൊരു എവിടെയോ എത്തണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഡ്രീമും അതിനൊരു പാഷനും ഉണ്ട്. ആ പാഷന് വേണ്ടി വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ എവിടേക്കോ നമ്മുടെയൊക്കെ കഴിവിനേക്കാളും, ഇപ്പം നമ്മൾ പറയുന്നില്ല ബോൺ ടാലൻ്റ് ആണെന്നൊക്കെ പറയും, പക്ഷേ ഈ ബോൺ ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെക്കാളും എപ്പോഴും വിശ്വസിക്കുന്നത് പാഷനേറ്റായിട്ടൊരു സംഭവം ചെയ്യാൻ കൂടെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ, അങ്ങനെ നിൽക്കാൻ പറ്റുക, ആ ഒരു വിഷന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് എല്ലാ പണിയും ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്പീരിയൻസിലൂടെ ആ ഒരു ടീം, ഇപ്പോൾ അങ്ങനെ പാഷനേറ്റ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു 3 പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ടീം. അങ്ങനെ ഒരു ടീം മതി. നമ്മുടെ കയ്യിലുള്ള സ്കില്ലിന്റെ അപ്പുറത്തോട്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും 100%. നമുക്ക് പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പോളിഷ് ചെയ്ത് വെക്കാണ്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. ലൈക്ക് ഇപ്പൊ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ അറിയാം, അത് അറിയണമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ നെവർ വിൻ. പിന്നെ അമൃതേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ പാഷനേറ്റഡ് ആയിട്ട് വന്ന ആൾക്കാരെ പോലും ഈ പറഞ്ഞ പോലെ നമുക്കെല്ലാം അറിയാൻ വലുതാന്നുള്ള രീതിയിൽ ഒരിക്കലും ട്രീറ്റ് ചെയ്യരുത്. അവര് ചിലപ്പോ വളരെ ചെറിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും വന്നത്. അപ്പൊ അവർക്ക് പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ തന്നെ അവിടെ ടീം വർക്ക് സിങ്ക് ആവും. അത് വലിയൊരു ഫാക്ടറാണ്. നമ്മളത് ട്രീറ്റ് ചെയ്യേണ്ട രീതി ആവശ്യമില്ലാണ്ട് കളിയാക്കുക അല്ലെങ്കിൽ പുച്ഛിക്കുക, ഈ സാധനം അവോയ്ഡ് ചെയ്യുക. അത് എനിക്ക് തോന്നിയൊരു കേസാണ് മെയിൻലി. അപ്പൊ തന്നെ ടീം വർക്ക് അവിടെ ഒരു നല്ലൊരു സോൺ ഉണ്ടാവും. പിന്നെ ഇപ്പൊ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു കൊച്ചൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതീന്ന് എന്താ പഠിക്കാനുള്ള, അല്ല അതീന്ന് എന്താ നമുക്ക് എന്താ കൺസിഡർ ചെയ്യാൻ പറ്റണത് അതെടുക്കുക. ഉറപ്പായിട്ടും. അല്ല ഇപ്പം ഞങ്ങളുടെ ടീമിൻ്റെ ഒരു ഇതിനെ പറ്റി പറഞ്ഞപ്പോൾ വേറെ സംഭവമുണ്ട്. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് കട്ടായി പോകും. ഏതൊരു മൊമെന്റ് നമുക്ക് ക്രിയേറ്റീവ് ബ്ലോക്ക് അടിക്കാം, ഷൂട്ട് ചെയ്യുമ്പോൾ ശരിയായില്ലാതിരിക്കും, അതെല്ലാവർക്കും വരും. അപ്പൊ നമ്മൾ പരസ്പരം കൊടുക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ഇപ്പൊ ആ സമയത്താണെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഒരു ഷോട്ട് ഇങ്ങനെ വേണമായിരിക്കും, അപ്പൊ ചിലപ്പോൾ ഇത് ചെയ്തിട്ട് കിട്ടുമ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്ന രീതിയില്ല. അപ്പൊ ഇങ്ങനെ നീ എന്നെ കാണിക്കുന്നത് ശരിയല്ല, അങ്ങനെ ആയിരിക്കില്ല പറയണേ, അല്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടത്തിന് എടുത്തോ, അത് ശരിയാവും, അതിന് സോട്ട് വരും. 3-4 ടേക്ക് കഴിയുമ്പോഴും ശരിയാവണമെങ്കിൽ ഒത്തിരി വെള്ളം കുടിക്കും. നമ്മൾ അങ്ങനെ ഒരു ഇത് സാം പറഞ്ഞു, ഒരു കൊച്ചു വന്ന് ചോദിച്ചാൽ പോലും ഇത് ചെയ്യുമെന്ന്. അത് നമ്മുടെ ഇവിടെ ഭയങ്കര ഇതാണ്. കാരണം ഡെയിലൂലൂല് എന്റെ അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്റെ അച്ഛൻ ഉണ്ടായിരുന്നു അത്. അപ്പൊ ഇപ്പോഴും അച്ഛൻ വന്നാണ് പറയുന്നത്, അച്ഛൻ റിട്ടയർ ആയിട്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഇതിരിക്കും. അപ്പൊ അച്ഛന് പണ്ട് സിനിമ ഇതൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അച്ഛൻ പണ്ട് തിയേറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ. അപ്പൊ അച്ഛൻ ഞാൻ പറഞ്ഞു, എടാ ഞാൻ വന്നാലും ചുമ്മാ വീട്ടിൽ ബോറടിച്ചിരിക്കുക, അച്ഛൻ ചുമ്മാ സജഷൻ പറയുന്ന കാര്യങ്ങള്. ഇപ്പം അനന്തായിരുന്നു DOP ഉണ്ടായിരുന്നു, ഞാൻ അസോസിയേറ്റ് ആയിരുന്നു. അപ്പൊ പറയണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ എന്തോ ഒരു സാധനം കണ്ടു, അച്ഛൻ പറഞ്ഞു അവിടുത്തെ ലൈറ്റ് കൂടുതലാണെന്ന് തോന്നാനായിട്ട് ചുമ്മാ അച്ഛൻ പറഞ്ഞ എന്റെ അടുത്ത്. അപ്പൊ ഇതിപ്പം കേട്ടു, അപ്പത്തേക്കും ശരിയാണല്ലോ അപ്പത്തിന് എടുത്തൊഴിക്കാൻ അനന്തന്റെ പറഞ്ഞ ലൈറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. കറക്റ്റ് ആയിരുന്നു, അത് മിസ്റ്റേക്ക് ആയിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചില്ല അവിടെ ആ ഒരു സ്പേസ് നമ്മുടെ ടീമിൽ. അതാണ്, അതൊരു വലിയ ഫാക്ടറാണ് വർക്ക് ചെയ്യുമ്പോൾ. പക്ഷെ എപ്പോഴും നമുക്കത് എന്താ പറയാ, ഒരു റഷ് ആയിട്ടുള്ള ഷൂട്ടിന്റെ ഇടയ്ക്ക് അത് എപ്പോഴും വർക്ക് ആവണമെന്നില്ല. പക്ഷെ ഇത്രേ ഉള്ളൂ, റെസ്പെക്ട് ചെയ്യാം. ഡെലൂലു ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഡെലൂലേക്ക് എനിക്ക് ദൃശ്യനെ അറിയാം, പേഴ്സണലി ദൃശ്യനെ അറിയാം. അപ്പം ലൈക്ക് എല്ലാരും ഡെലൂലുവിന്റെ സോങ്ങിനൊരു ഇപ്പം നമ്മുടെ പറഞ്ഞ റിയ ഷിബുനൊന്ന് റീപ്ലേസ് ചെയ്തപ്പം ഞാൻ ആദ്യം ദൃശ്യനെ കാണുമ്പോഴായിരുന്നു ലൈക്ക് ഇത് ഡെലൂലു തന്നെയാണല്ലോ. ലൈക്ക് അവരുടെ നിങ്ങൾക്ക് അറിയാം, ബിക്കോസ് വർക്കിംഗ് വിത്ത് ഹെർ ഷി വാസ് വെരി ആക്റ്റീവ്, ഭയങ്കരമായിട്ട് എന്ത് നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മതി ഇങ്ങനെ. പിന്നെ ഷീ ഹാസ് ഹെർ ഓൺ ഒപ്പീനിയൻ എവറിത്തിങ്. പിന്നെ ഭയങ്കര വൈബ്രന്റ് ആണ്. എനിക്കറിഞ്ഞൂടെ എങ്ങനെ ഇത്ര എനർജി ഒരു ദിവസം മൊത്തം. വി ആർ ഹാവിംഗ് എ ഷൂട്ട് ലൈക്ക് ഞങ്ങൾ രാവിലെ 10:30 ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ഇറ്റ് എൻഡഡ് അറൌണ്ട് 3 AM ആൻഡ് ഇറ്റ് ഇസ് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ വി ആർ ഷൂട്ടിങ്. അപ്പൊ ഈ സാധനമാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ആളുടെ ഫുഡ് ആകെ ഉച്ചയ്ക്ക് ഒരു നേരമാണ് അത് കഴിച്ചത്. ആൻഡ് ദി എനർജി വാസ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു എനർജി ഡെലൂലുവിന്റെ ആ വൈബും എങ്ങനെയുണ്ട് ഡെലൂലുവിന്റെ വൈബ് എന്ന് പറയുന്നത് മൊത്തത്തിൽ വേറൊരു വൈബായിരുന്നല്ലേ ആ സാധനം. 2 പാട്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു, 2 മൊത്തം
വയറായി How it feels, ആ ഒരു സാധനം. ഡെലുവിൽ ആക്ച്വലി പെട്ടെന്ന് വന്ന പ്രൊജക്റ്റാണ്. ഞങ്ങൾ ഓണം മൂട് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഞാനൊരു 2 മ്യൂസിക് വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ശാസ്ത്രത്തിൽ തന്നെ ഒരു ട്രാക്ക് ഇംബാസിനെ വെച്ച് പാടിയത്. അപ്പോൾ അത് ചെയ്ത് ഇത് രണ്ടും ഈ 3 കഴിഞ്ഞ പോയിന്റിൽ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിരിക്കുക, ജീവനില്ലല്ലോ. അപ്പോഴാണ് ഈ ബിബിൻ ചേട്ടൻ ഓണംപൂടിന്റെ മ്യൂസിക് ഡയറക്ടർ പുള്ളി എടുത്ത് ഞാനൊരു പ്രൊഫൈലിലേക്ക് ഇടാം, നമുക്കൊരു പോർട്ട്ഫോളിയോ പരിപാടി പിടിക്കാൻ വേണ്ടി പോസ്റ്റിന് വേണ്ടി വിളിച്ചാ. ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടി വിളിച്ച് കഴിയുമ്പോൾ എടാ ഒരു പടത്തിന്റെ ട്രാക്ക് ഉണ്ട് ഇങ്ങനെ ലുക്മാന്റെ, പറഞ്ഞ കേട്ടാ ഞാൻ ചെയ്യണ ഇങ്ങനെ അന്ന് നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു പ്രോമോ പരിപാടി, നിങ്ങൾക്ക് പ്രൊഡക്ഷൻ പിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാം, എനിക്ക് എന്താ പരിപാടി നിന്ന് പ്രൊഡ്യൂസറായിട്ടോ ഡയറക്ടറായിട്ടോ കണക്ട് ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസർ ഗൗതം എന്ന് പറഞ്ഞ പുള്ളിയുടെ പേര്, പുള്ളിക്കാരൻ കണക്ട് ചെയ്തു, ഞാൻ പുള്ളിയായിട്ട് സിങ്കായി. അങ്ങനെ പുള്ളിയായിട്ടൊരു മീറ്റിംഗ് ഇരുന്ന സമയത്ത് നമ്മൾ വേറൊരു പ്ലാനായിരുന്നു ആക്ച്വലി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി മിനിമൽ പരിപാടി ആയിരുന്നു. പിന്നെ അവർക്ക് മറ്റേ കുറച്ചുകൂടി പഞ്ചി പരിപാടി വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും എന്നാൽ മാറ്റാം, കോൺസെപ്റ്റ് മാറ്റാം എന്നിട്ട് മാറ്റിക്കഴിഞ്ഞ്. പക്ഷെ ഈ പടത്തിൻ്റെ റിലീസിനോട് പെട്ടെന്നായിരുന്നു ടൈം ലൈൻ. അപ്പം ഞങ്ങൾ അതിൽ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് ലൈക്ക് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ഒരു 5 to 10% പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത്. അതിൽ നല്ലൊരു ബാഡ് ഉണ്ട്, പക്ഷെ എന്നാൽ പോലും നല്ലൊരു റീച്ചിലേക്ക് എത്തിയത്. അത് എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമായിരുന്നു. ഈവൻ ട്രാക്ക് ഉണ്ടാക്കിയ പോയിന്റിലാണെങ്കിൽ ഞങ്ങളെ ബിബിൻ ചേട്ടൻ ആദ്യം ട്രാക്ക് അയച്ചു തന്നപ്പോൾ കുറച്ച് സജഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പടം മൊത്തം എല്ലാവരും പോയിട്ട് പുള്ളിയുടെ സ്റ്റുഡിയോയിൽ പോയി ഇരുന്ന് കറക്ഷൻ ചെയ്തു. പുള്ളിയുടെ മൈൻഡ് സെറ്റ് അടിപൊളിയാണ്. പുള്ളിക്കാരൻ പറഞ്ഞ സജഷൻ എടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ് പുള്ളി. എങ്ങനെ ഇത് ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് എത്തിക്കണം ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ സ്പേസ് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ സജഷൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ നമുക്കത് പറയാനുള്ള സ്പേസ് എനിക്ക് തോന്നണല്ലോ ഇവിടെ തരുമെന്ന്. അങ്ങനെ ചെന്നു, സംസാരിച്ചു, ഇരുന്നു. പിന്നെ അങ്ങനെ ഒരു ബെസ്റ്റ് ടീം വർക്ക് ആയിരുന്നു കേട്ടോ അത്. അതങ്ങനെ ചെയ്ത്. പിന്നെ ലുക്കു ചേട്ടനാണെങ്കിലും പുള്ളിക്ക് ഡാൻസ് കളിക്കണം. അപ്പൊ ഇപ്പൊ നമ്മുടെ ഞങ്ങളുടെ സർക്കിളിൽ തന്നെയുള്ള ജൂഡ് കൊറിയോഗ്രാഫർ, അവനും എന്താ അഭിനയിച്ചിട്ടുണ്ട് അമൃതേന്റെ കൂടെ. അപ്പൊ ജൂഡാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റേ എന്തെങ്കിലും ചെയ്യിപ്പിക്കണം. ലുക്കു ചേട്ടൻ്റെ എല്ലാ വീഡിയോ ഇരുന്ന് കാണും. എടാ പുള്ളീൻ്റെ ഡാൻസ് ബെസ്റ്റ് സാധനം കൊടുക്കണം, പുള്ളിക്ക് നല്ല പെർഫോമൻസ് കൊടുക്കാൻ പറ്റണം. അങ്ങനെ അവനാണെങ്കിൽ ഇരുന്ന് നല്ല പണിയെടുത്തിട്ടുണ്ട്. നല്ലൊരു മൊത്തത്തിൽ ആ ഡാൻസ് കൊറിയോഗ്രാഫിലേക്ക് വരാം. കൊറിയോഗ്രാഫി ആണെങ്കിലും ആ മൊത്തത്തിൽ കാണുമ്പോൾ ഭയങ്കര വൈബാണ്. രസമാണ്. ആരോ ഒരു ഇൻഫ്ലുവൻസർ കുട്ടി ഈ വീഡിയോ ലൈക്ക് കണ്ടിട്ട്, കുട്ടി വളരെ കൊച്ചു കുട്ടി വീഡിയോ കണ്ടിട്ട് ലൈക്ക് ഇത് കാണുമ്പോ എവിടെ നിന്ന് ഇങ്ങനെ ഇഴഞ്ഞ് ഓടി വന്ന സാധനം കാണുന്ന ആ ഒരു മോഡ് ആ ടി വിയിൽ ഇടുമ്പോൾ അതിലുണ്ട്. സോ ഹൗ ഇസ് ദി കൊറിയോഗ്രാഫി, അതിന്റെ കൊറിയോഗ്രാഫി മേക്ക് ചെയ്തു. ഇപ്പൊ ഓണം മോഡാണെങ്കിൽ ഇതാണ് ഇതിന്റെ കൊറിയോഗ്രാഫി, വേറൊരു വൈബാണ്, വേറെ ഡിഫറെന്റ് ആണ്. ഒരു യൂത്തിന് ലൈക്ക് ആ ഒരു പാഷനെ, ഡാൻസ് എന്നുള്ള പാഷനെ കംപ്ലീറ്റ്ലി എന്താ പറഞ്ഞ ഞങ്ങള് ആവാഹിച്ചെടുത്തിറക്കിയ കൊറിയോഗ്രാഫിയാണ് ആ സാധനം. ഐ ഫെൽറ്റ് ഇറ്റ്. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ ഒരു കൊറിയോഗ്രാഫി മോഡ് എങ്ങനെയാണ്? ജൂഡാണ് ഇതിന്റെ പറഞ്ഞ ജൂഡാണ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ആക്ച്വലി സെക്കൻഡ് ഡേ ആണ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എത്തുമ്പോഴേക്കും ജൂഡ് സ്റ്റെപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, എല്ലാം പരിപാടി എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ അന്ന് ചെന്നപ്പോൾ തന്നെ ലുക്കു ചേട്ടനൊക്കെ ഏകദേശം പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഇപ്പൊ ജൂഡിട്ട സ്റ്റെപ്സിനാണെങ്കിലും ആ ഒരു കൊറിയോയ്ക്കാണെങ്കിലും എവിടേക്കോ നമുക്കിങ്ങനെ ഒരു എൻജോയ് ചെയ്ത് നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു എനർജി ഉള്ള പരിപാടിയായിരുന്നു. അപ്പൊ അതിപ്പോ ലുക്കു ചേട്ടനും ദൃശ്യക്കാണെങ്കിലും എനിക്കാണെങ്കിലും പേഴ്സണലി ഭയങ്കരമായിട്ട് പട്ടിപ്പണി എടുത്തിട്ടുണ്ട്. കാരണം ലാസ്റ്റ് മൊമെന്റിലാണ് ഞങ്ങൾക്ക് ലൊക്കേഷൻ ചേഞ്ച് ആയി ഫ്ലോർ ആക്കിയത്. അതേപോലെ തന്നെ ഞാൻ ലുക്ക് കൊണ്ടുവന്നപ്പോഴേക്കും ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ ചേഞ്ച് പറയണം. കാരണം എല്ലാം പൊട്ടതായിരുന്നു, അതൊന്നും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഞാൻ ആക്ച്വലി ഭയങ്കര എൻജോയ് ചെയ്ത വർക്കാണ്. കാരണം പൊതുവെ ഞാൻ ഇവരുടെ കൂടെ ആണെങ്കിലും അല്ലാണ്ടാണെങ്കിലും പൊതുവെ പോകുന്ന വർക്ക്സിനെല്ലാം ബിഹൈൻഡ് ദ ക്യാമറ നല്ല പണിയെടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഇപ്പം അത് സ്ക്രിപ്റ്റിങ് അതിൻ്റെ ഇങ്ങനെ ഓട്ടമാണ് എല്ലാ ഷൂട്ടിനും പൊതുവെ. പക്ഷെ ഈ ഷൂട്ട് ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് എല്ലാം ഇവർ തന്നെ ചെയ്ത് എന്നെ കംഫർട്ടബിൾ ആക്കി. ഒരു മൊമെന്റ് എന്താ വെച്ചാല് സംഭവം ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ലൈക്ക് എനിക്ക് വലിയൊരു ഫാക്ടർ. ഞാൻ പ്രൊഡ്യൂസറിനെ മുടിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ കാര്യം, നമ്മള് തന്ന സാധനത്തിൽ ബെറ്റർ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇതില് ഇവിടത്തെ സിസ്റ്റം വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ 9:30 വരെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്റ മാറും, യൂണിറ്റിന്റെ മാറിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് കയറുകയാണല്ലോ. ഇത് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ സെഗ്മെന്റ് എടുത്ത് ഇച്ചിരി ലാഗായിരുന്നു. ഈവനിങ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നെ സൈഡിൽ കൂടെ നമ്മുടെ EP ഉണ്ട് ജിനു എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് തന്നെ, അവൻ വന്നിട്ട് പറയും
ടൈം കൂടിയ കാശ് കൂടും, കാശ് നമ്മുടെ കയ്യിലില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പെട്ടെന്ന് ബാക്കപ്പ് ചെയ്യാം. അപ്പൊ 9:45 വരെ നമുക്ക് പിടിച്ചെറുതാൻ പറ്റുള്ളൂ. ഞങ്ങൾ ലാസ്റ്റ് ഒരു 8:30 തൊട്ട് ഒരു അംഗം കൂടെ തുടങ്ങിയിട്ടുണ്ടല്ലോ, ചെറ്റിട്ട പോലെ ഷൂട്ട് ചെയ്ത അവസാനം നമ്മുടെ ക്യാമറമാനാണ് അനന്താണ്. പിന്നെ എനിക്ക് ആ കാര്യത്തിൽ പേടിയില്ല, പട്ടപ്പട്ടായി ഇവരാണെങ്കിലും ഓട്ടം തന്നെയാണ്. കാരണം എന്നെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞ ഇപ്പൊ ലാസ്റ്റ് മൊമെന്റ് അമൃതയുടെ സെഗ്മെന്റില് സ്റ്റാർട്ടിങ്ങിലെ സീൻ, ഇത് ആ സെറ്റിന്റെ ഉള്ളില് ആ സീൻ എടുക്കണത് കൃത്യം 9:15 9:15 അത് ഞങ്ങൾ എടുത്ത് ഓടി വന്നിരിക്കുന്നു. ഞാൻ ചെല്ലുന്നു, കാര്യം പറയുന്നു, അപ്പോഴും എടാ ഇങ്ങനെ പോവാ, എന്താ ചെയ്യണ്ടേ, ഞാൻ വന്നോളും ചെയ്തു. ഈ പറഞ്ഞോളൂ, ഇപ്പൊ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോ ലുക്കുചേട്ടൻ്റെ എടുക്കാനൊക്കെ കുറച്ച് സമയം കിട്ടിയായിരുന്നു. അപ്പൊ അവിടേക്ക് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ ഒക്കെ വരുന്നത്. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഇരുത്തുമ്പോഴേക്കും ഇവര് പറയും അവിടുത്തെ ഫസ്റ്റ് ഷോട്ട് എടുത്തു, ഷോട്ട് ഓക്കെ. അപ്പൊ ഞാൻ ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാല് ഓക്കെ ഇവന്മാർക്ക് പെട്ടെന്ന് തട്ടി വിടണമല്ലോ ഇത്. എടാ അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് പക്ഷെ എങ്ങനെയൊക്കെ ഔട്ട് വന്ന സമയത്ത് അതൊക്കെ മറ്റേ സീനായിരുന്നു. ഇങ്ങനെ ആ ഇരുന്നിട്ട് ഇങ്ങനെ കാണിക്കുന്ന സാധനം അപ്പൊ പല ആംഗിളിൽ എടുക്കുക, എവിടെന്നെങ്കിലും കിട്ടുമ്പോ ഏതെങ്കിലും അപ്പൊ പിന്നെ ഉണ്ടായ സീൻ വെച്ചാൽ 9:15 കഴിഞ്ഞ് 9:30 ആയപ്പോഴേക്കും ഇവര് അമൃതന്റെ ഇതും കഴിഞ്ഞ് ബാക്കി 15 മിനിറ്റിലാണ് ആ ലുക്കുചേട്ടന്റെ ആ കാറിന്റെ സെഗ്മെന്റിൽ ഇവര് തമ്മിൽ ചെറിയ റൊമാൻറ്റിക് സീനില്ലേ 15 മിനിറ്റിൽ എടുക്കണേ. ലാസ്റ്റ് ക്ലോസപ്പ് ആണ് ആ ദൃശ്യയുടെ ഷോട്ട് എടുത്തിട്ട് 45 മിനിറ്റ് ഓക്കെ പാക്കപ്പ് കഴിഞ്ഞു. അയ്യോ നല്ല കൈയടി കിട്ടിട്ട് സന്തോഷം, കാരണം തീരില്ലായിരുന്നു. അത് അങ്ങനെ മാനേജ് ചെയ്തോണ്ട് ആ സാധനം കിട്ടിയത്. പിറ്റേ ദിവസം ഇതിന്റെ അപ്പുറം കിട്ടിയത് മഴ പെയ്ത് സെറ്റില്. ആഹാ സൂപ്പർ. ലൈറ്റ് മാറുന്നു, പ്രമാദം. ബീച്ചില് പ്ലാൻ കുറച്ചുകൂടി സൂപ്പർ ആയിരുന്നു. അതപ്പ പക്ഷെ അവിടെ ഞങ്ങള് ഷൂട്ട് ഇതേപോലെ തന്നെ 8:30 തുടങ്ങിയത്. സെറ്റപ്പ് ഇട്ട് കഴിയുമ്പോഴേക്കും മഴ. ഞാനും ഇവനും ഞങ്ങൾ 3-4 പേര് മാരത്തോ ചെയ്യും. അവസാനം ലുക്കുചേ അവിടെ മോട്ടിവേഷൻ തന്ന പുള്ളിയാണ് ലുക്കുചേട്ടൻ. കാരണം എനിക്ക് പുള്ളിനെ പേഴ്സണലി മഴയത്തോണ്ടെന്ന് ഇരുത്തി ചെയ്യിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. അത് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു ആർട്ടിസ്റ്റ് അല്ലേ. അപ്പൊ ലുക്കുചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ പ്രൊഡ്യൂസറിനെയും ഡിപ്രഷൻ ആക്കി, നമുക്ക് വേറെ ദിവസത്തേക്ക് ആക്കിയാലോ. പുള്ളി പറഞ്ഞു ഞാൻ കാശ് തരൂല. അപ്പൊ പിന്നെ ഉള്ളത് വെച്ചെടുക്കാന്നുള്ള മൂഡിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ലുക്കുചേട്ടൻ വന്ന് വാടാ നമുക്ക് സാധനം എടുക്കാൻ വേണ്ടി പുള്ളി നേരെ മഴയത്തേക്ക് പിന്നെ ഞങ്ങൾ ഉറങ്ങി കൂടാ. അപ്പൊ അതില് ഒരു പുള്ളി ഭയങ്കര പവർ തന്നു. അപ്പോഴേക്കും നമ്മള് കോൺസെപ്റ്റ് അവിടെ ഉള്ള ചേഞ്ച് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ട് പടയെന്ന് കൊണ്ട് പരിപാടി തീർത്താണ് ആ സെഗ്മെന്റ്. അപ്പൊ ഇതെല്ലാം ഒരു ലാസ്റ്റ് മിനിറ്റ് പരിപാടിയിലാണ് തീർന്നത്. സോ സൂപ്പർ 35 എന്ന് പറഞ്ഞാൽ അത്രയും കളർഫുൾ വൈബ്രന്റ് പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, വീഡിയോട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് എന്തൊക്കെ സാധനം വേണ്ടോ, ഒരു കോണ്ടന്റ് എന്തൊക്കെ വേണ്ടോ, ഒരു വിഷ്വൽ ക്രാഫ്റ്റിന് എന്തൊക്കെ വേണോ, ആ സാധനങ്ങൾ മൊത്തമുള്ള അത്രയും പവർ ബാക്ട് ടീം. സോ ബീങ് ഇൻ ദിസ് ഇൻഡസ്ട്രി എന്താണ് ഇനി പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത് പറഞ്ഞാൽ ലൈക്ക് നമ്മുടെ സൈഡിൽ മെയിൻ ഫോക്കസ് ഫിലിംസ് തന്നെയാണ്. അപ്പൊ അതിലൊരു ഹൈ ഇമ്പാക്ട് സാധനങ്ങൾ വരും. പക്ഷെ ഇപ്പൊ കറന്റ്ലി അണ്ടർഗ്രൗണ്ട് ആണ്, ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പൊളിക്കും. അതില് അത് വരും. ഇനി ഒരു വരവ് കൂടി വരും, ഇന്ത്യ ഒന്ന് കുലുക്കും. മൊത്തത്തിൽ ഇന്ത്യ കുലുങ്ങട്ടെ. ഇന്ത്യ മാത്രല്ല ഇന്റർനാഷണലി കുലുങ്ങാൻ പറ്റട്ടെ. സോ അതിന് ക്ലിക്ക് ക്രാഫ്റ്റ് സ്പേസിന്റെ മൊത്തം ആശംസകളും തരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് സെഷൻ ടോക്കിംഗ് വിത്ത് യു ഗൈസ്. നമ്മൾ എന്താ പറയാ, മൊത്തത്തിൽ എന്താ പറയാ, നമ്മുടെ ഇങ്ങനെ അഡ്രിനാലിനൊക്കെ ഇങ്ങനെ പൊങ്ങി കഥയൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമായിട്ട് ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആയി. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ക്രൂനാലും നമുക്കൊക്കെ അതാണ് ഫീൽ ചെയ്തത്. സോ വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. ഫ്യൂച്ചർ എൻഡേഴ്സിൽ എല്ലാം നന്നായി വരട്ടെ. ആൻഡ് മെനി മോർ കോണ്ടന്റ്സ് നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇതിലും ഹൈ ലെവലിൽ. ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് താങ്ക് യു ഗൈസ്.